നമസ്കാരം. മാർക്ക് ഫെല്ലർ ആ തടിയനൊപ്പം ഗ്രീൻ ഫോറസ്റ്റിലേക്ക് നടന്നു തുടങ്ങി. അത് നടക്കുമ്പോൾ ഗെവിനോടായി മാർക്ക് ചോദിച്ചു, അല്ല ഈ ജിൻസൺ നമ്മളെ സഹായിക്കുകയാണല്ലേ? മാർക്കിനകത്ത് മനസ്സിലായല്ലേ, അയാള് ശരിക്കൊരു നല്ല മനുഷ്യനാണ്. മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൻ ആ പേപ്പർ തരാതിരുന്നത്. എനിക്കത് മനസ്സിലായി. പക്ഷെ ലീഡർ അത്ര അങ്ങോട്ട് അയന്ന ആളല്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഗെവിനോട് ചോദിച്ചു, അല്ല മിസ്റ്റർ ഗെവിൻ, ഈ നമ്മൾ പോകുന്ന സ്ഥലത്ത് എനിക്ക് ലൈഫ് എനർജി കിട്ടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാവോ? മാർക്ക്, ലൈഫ് എനർജി അത്ര എളുപ്പം കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗെവിൻ മാർക്കുമായി ആ വനത്തിനുള്ളിലേക്ക് കടന്നു. അവർ വനത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ജിൻസൺ ആ വനത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവനാകെ ഒരു വിഷമം. അവന്റെ ലീഡർ നിർബന്ധപൂർവം മാർക്കിന് ആ തുണ്ട് കൊടുപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ജിൻസൺ മാർക്കിനെ ആ കാട്ടിലേക്ക് അപ്പം അയക്കില്ലായിരുന്നു. ജിൻസൺ ബായിയുടെ മുഖത്തുള്ള ആ വിഷമം മറ്റ് ഹണ്ടേഴ്സും കണ്ടായിരുന്നു. അവര് ജിൻസൺ അടുത്ത് വന്നിട്ട് ജിൻസനോട് പറഞ്ഞു, ജിൻസൺ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ നിയമാവലി നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ്. ലീഡറോട് ഒരു ഇഷ്ടക്കേടും തോന്നേണ്ട കാര്യമില്ലെന്നാണ് ഹണ്ടേഴ്സ് ജിൻസനോട് പറയുന്നത്. ജിൻസൺ ഇതുപോലെ പല കാര്യങ്ങളും അനുഭവിക്കുന്ന ആളായതുകൊണ്ട് ജിൻസന് ആ പശ്ചാത്തലം മനസ്സിലാകുമെന്ന് അവർക്കറിയാം. ജിൻസനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതിലൊരാൾ പറഞ്ഞു, പേടിക്കേണ്ട കാര്യമില്ല, ഗെവിൻ അല്ലേ കൂടെ പോയിരിക്കുന്നത്. ഗെവിൻ ആ മാർക്കിന് ഒന്നും പറ്റാതെ നോക്കിക്കൊള്ളും. അവിടെ ആ ശൈലിയിൽ ചർച്ച നടക്കുമ്പോഴേക്കും ഗെവിനും മാർക്കും വനത്തിനകത്ത് അല്പദൂരം നടന്നു കഴിഞ്ഞു. വനത്തിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ കിളികളുടെ ശബ്ദം മാർക്ക് കേട്ടു തുടങ്ങി. കിളികളുടെ ശബ്ദം മാത്രമല്ല, പുഴകൾ ഒഴുകുന്ന ശബ്ദവും അതുപോലെ വെള്ളം ശക്തിയായി പതിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാം. അടുത്ത് എവിടേക്കോ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്ന് ആ ശബ്ദം വിളിച്ചു പറയുകയാണ്. അവർ കൂടുതൽ ഉള്ളിലേക്ക് കടക്കുമ്പോൾ മൃഗങ്ങളുടെ മുരൾച്ച കേട്ടു തുടങ്ങി. വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളുടെ ശബ്ദവും വേട്ടയാടുന്ന മൃഗങ്ങളുടെ ശബ്ദവും ഒക്കെ കൃത്യമായിട്ടും കേൾക്കാം. ഒരു ശബ്ദമുഖരിതമായ കാടിനകത്തുകൂടിയാണ് ഗെവിൻ മാർക്കുമായി നടക്കുന്നത്. ഏകദേശം ഒരു മണിക്കൂറോളം ഗെവിനും മാർക്കും കൂടി നടന്നു കാണും. പെട്ടെന്ന് ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് ബൗണ്ടറി. ഇവിടെ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഹണ്ടേഴ്സ് എത്തുന്ന ഒരു ബൗണ്ടറി അവിടെ അവര് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. മതിലൊന്നും കെട്ടിയിട്ടില്ല. പക്ഷേ ആ ബൗണ്ടറി തിരിച്ചറിയാനായിട്ട് അവിടെ അവർക്ക് ഒരു ചെറിയ മലയുണ്ട്. ഒരു കുഞ്ഞ് പാറയാണ് ആ മലയെന്ന് പറയാം. ആ പാറയിൽ ഒരു ഗുണന ചിഹ്നം വരച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ബൗണ്ടറി. അതുവരെ വലിയ കുഴപ്പമില്ലാത്ത ശൈലിയിൽ വേട്ടയാടാൻ പറ്റും. അത് കഴിഞ്ഞാൽ അപകടകാരികളായ മൃഗങ്ങളുള്ള മേഖല തുടങ്ങുകയാണ്. ആ കാര്യം മാർക്കിനെ ഓർമ്മിപ്പിച്ചതിന് ശേഷം ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശ്രദ്ധിച്ച് നടക്കണേ, ഒരു കാരണവശാലും എന്റെ പുറകിൽ നിന്ന് മാറരുത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഗെവിൻ മാർക്കിന് മുന്നിൽ കയറി വളരെ ശ്രദ്ധിച്ച് നടക്കുകയാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് മാർക്കും ഗെവിനും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം ആകെ മാറുകയാണ്. ഇപ്പോ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. മൃഗങ്ങളുടെയും പക്ഷികളുടെ ശബ്ദം മാത്രമല്ല നിലച്ചിരിക്കുന്നത്, ചെടികളുടെ ചലനം പോലും നിലച്ചിരിക്കുകയാണ്. പ്രകാശം വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ആ കാടിനകത്തേക്ക് വീഴുന്നത്. ഇടതൂർന്ന് നിൽക്കുന്ന വൻ മരങ്ങളുടെ ഇലകൾ ചേർന്ന് നിൽക്കുകയാണ്. അതിനിടയിലൂടെ പ്രകാശം അരിച്ചരിച്ച് മാത്രമാണ് താഴെ വീഴുന്നത്. ഒരു ഇരുട്ട് കലർന്ന പകല് എന്ന് നമുക്ക് ആ അന്തരീക്ഷത്തെ വിളിക്കാൻ പറ്റും. ഒരു തണുപ്പും അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ബി കെയർഫുൾ. അങ്ങനെ പറഞ്ഞിട്ട് ഗെവിൻ ഓരോ സ്റ്റെപ്പും പതുക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. അയാള് 4-5 സ്റ്റെപ്പ് വെക്കും, പിന്നെ നിശ്ചലമാകും. ശരിക്കും ഒരു ശ്രദ്ധ ഗെവിന്റെ ഭാഗത്തു നിന്നുണ്ട്. മാർക്ക് ചുറ്റും ഒന്ന് നിരീക്ഷിച്ചു. മാർക്കിന് ലഭിച്ചിരിക്കുന്ന ഓർഡർ സൂചിപ്പിക്കുന്ന മൃഗത്തിന്റെ എന്തെങ്കിലും സൂചന അവിടെ ഉണ്ടോ എന്നാണ് മാർക്ക് നോക്കുന്നത്. അവിടെ ഒന്നും കാണുന്നില്ല. ഗെവിൻ പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. ഗെവിന്റെ കയ്യിൽ ഒരു വലിയ സ്പിയർ ഉണ്ട്. ആ കുന്തവും നീട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഗെവിൻ നടക്കുന്നത്. ഗെവിന്റെ പുറകെ നടക്കുന്ന മാർക്കിന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. മാർക്ക് കൈവീശിയാണ് നടക്കുന്നത്. മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഗെവിനാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഗെവിൻ മുന്നോട്ട് നടക്കുന്നത്. പെട്ടെന്ന് ഗെവിൻ ഒന്ന് നിന്നു. ഗെവിന് അതിശക്തമായ ഇന്റർണൽ എനർജി ഫീൽ ചെയ്തു തുടങ്ങി. അതുകൊണ്ടാണ് ഗെവിൻ അവിടെ നിന്നത്. മാർക്ക് ഫെല്ലർക്ക് ഇപ്പോൾ സ്പിരിച്വൽ എനർജി തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മാർക്കിന് അങ്ങനെ ഒരു ഫീലും ഉണ്ടായില്ല. ഗെവിൻ നിന്നപ്പോൾ മാർക്കും നിന്നു എന്ന് മാത്രം. ഗെവിൻ ഞെട്ടിത്തിരിഞ്ഞ് ഇടതുവശത്തേക്ക് നോക്കി. ആ ഭാഗത്തുനിന്ന് അതിശക്തമായ ഒരു ഇന്റേണൽ എനർജിയുടെ പ്രസൻസ് ഗെവിന് അനുഭവപ്പെട്ടുവെന്ന് അവന്റെ ആ നോട്ടം വിളിച്ചു പറയുകയാണ്. പക്ഷെ പെട്ടെന്ന് ഗെവിൻ
ഇടതുവശത്ത് നിന്ന് നേരെ നോക്കി. ആ ഇന്റേണൽ എനർജിയുടെ സാന്നിധ്യം ഇടതുവശത്ത് നിന്ന് അതിവേഗം മുന്നോട്ട് വന്നിരിക്കുകയാണ്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഇടതുവശത്ത് നിന്ന് മുൻപിലേക്ക് ആ ഇന്റേണൽ എനർജിയുടെ സാന്നിധ്യം വന്നുവെന്ന് ഗെവിന് മനസ്സിലായ ആ നിമിഷത്തിൽ, മാർക്ക് ശ്രദ്ധിക്കണേ എന്ന് ഗെവിൻ പറഞ്ഞ ആ നിമിഷത്തിൽ ഒരു അനക്കം ഗെവിന്റെ തൊട്ടു മുന്നിലുണ്ടായി. ഗെവിൻ ഏകദേശം ഒരു 50 അടി മുന്നിൽ നിന്നാണ് ആ അനക്കം ഉണ്ടാകുന്നത്. അവിടെ കരിയില അനങ്ങം പോലെ ഗെവിന് തോന്നുമ്പോഴേക്കും ഒരു കൊടുങ്കാറ്റ് പോലെ എന്തോ ഒന്ന് അവിടുന്ന് പറന്നു പൊങ്ങിയിരുന്നു. എന്താണ് സംഭവം എന്ന് ഗെവിന് മനസ്സിലാക്കും മുമ്പ് ആ സാന്നിധ്യം ഗെവിന് തൊട്ടു മുകളിലെത്തിയിരുന്നു. ഗെവിൻ പെട്ടെന്ന് അയാളുടെ കുന്തം വലിച്ചുയർത്തുമ്പോഴേക്കും ആ സാന്നിധ്യം ഗെവിന്റെ തൊട്ടു പുറകുണ്ടായിരുന്ന മാർക്കിനെ ഒരു ഒറ്റയടി. മാർക്കിന്റെ പുറത്ത് അടി വീണപ്പോ ഗെവിൻ ആ കാഴ്ച കണ്ടു. ഗെവിന്റെ കാഴ്ചയെ മറച്ചുകൊണ്ട് ഒരു കൂറ്റൻ സിംഹം ഏകദേശം 50 അടി മുന്നിൽ നിന്ന് മുന്നോട്ട് കുതിച്ച് ആകാശത്തേക്ക് ചാടി ഉയർന്ന് മാർക്ക് ഫെല്ലറെ ആഞ്ഞടിക്കുകയായിരുന്നു. അതിശക്തമായ ഇന്റേണൽ എനർജിയുമായി ആ സിംഹം പാഞ്ഞു വന്നത് മാർക്ക് കണ്ടില്ല എന്നതാണ് സത്യം. ആ ഇന്റേണൽ എനർജിയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ മാർക്കിന് പറ്റിയിരുന്നുമില്ല. അടിയേറ്റ മാർക്ക് ഒരു ഫുട്ബോൾ പറക്കം പോലെ ആ കാടിനകത്തൂടി ഏതാണ്ട് പറന്നു പോയെന്ന് പറയാം. മാർക്കിന്റെ ബോഡി പോകുന്ന വഴിക്ക് ചെറു മരങ്ങളിലും ചെറു കുന്നുകളിലൊക്കെ ഇടിച്ച് തെറിക്കുന്നത് വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് ഗെവിൻ കണ്ടത്. ഒരു നിമിഷം സ്തംഭിച്ചുപോയ ഗെവിൻ പെട്ടെന്ന് മാർക്ക് എന്ന് വിളിച്ചുകൊണ്ട് മാർക്ക് വീണ ഭാഗത്തേക്ക് ഒരൊറ്റ ഓട്ടം. അങ്ങനെ ഓടുന്നതിനിടയിൽ അവൻ ചുറ്റും നോക്കുന്നുണ്ട്. അവരെ ആക്രമിച്ച സിംഹത്തെയാണ് അവൻ നോക്കുന്നത്. ഗെവിൻ ഓടി മാർക്കിനടുത്തെത്തുമ്പോൾ മാർക്ക് വീണ സ്ഥലത്തുനിന്ന് എണീറ്റ് കഴിഞ്ഞു. മാർക്കിനടുത്ത് ഓടിയെത്തിയ ഗെവിൻ അമ്പരപ്പോടെ മാർക്കിനൊന്ന് നോക്കുകയാണ്. അതിശക്തമായ അടിയാണ് മാർക്കിനേറ്റത്. പക്ഷെ എണീറ്റെന്ന് ദേഹത്തെ പൊടി തട്ടി കളയുന്ന മാർക്ക് ഫെല്ലറുടെ പുറത്ത് ഒരു തരത്തിലുള്ള പരിക്കുമില്ല. വന്ന് വീണപ്പോ ദേഹത്ത് പറ്റിയ ആ മണ്ണല്ലാതെ വേറൊന്നും മാർക്കിന്റെ പുറത്തില്ല. മാർക്ക് ആ പൊടിയൊക്കെ തട്ടിക്കളയുമ്പോ ഗെവിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്തെങ്കിലും പറ്റിയോ? ഏയ് ഒന്നുമില്ല. അങ്ങനെ മാർക്ക് മറുപടി പറഞ്ഞതും ഗെവിൻ മാർക്കിന് ചുറ്റും നടന്നൊന്ന് നോക്കി. മാർക്കിന്റെ പുറത്ത് പരിക്കേയില്ല. ഹേയ് മാർക്ക്, ഇത് ശരിക്കും അതിശയമായിരിക്കുന്നു. നിനക്ക് നല്ല ബോഡിയുണ്ട്, അതുകൊണ്ടാ ആ സിംഹത്തിന്റെ അടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടത്. അങ്ങനെ ഗെവിൻ പറഞ്ഞതും മാർക്ക് ഗെവിനോട് പറഞ്ഞു, കമാൻഡർ ഗെവിൻ, നിങ്ങൾ കുറച്ച് പുറകോട്ട് മാറിക്കോ, ഇനി ഞാൻ നോക്കിക്കോളാം. മാർക്ക്, അത് വേണ്ട, ഞാൻ നോക്കാം. ഏയ് കമാൻഡർ, നിങ്ങൾക്ക് പറ്റിയ എതിരാളിയല്ല ആ സിംഹം. അവനെ ഞാൻ തന്നെ നേരിടണം. മാർക്കിന് അതിന് ആയുധവുമില്ല, ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ കവറുമില്ല. ഒരു പടച്ചട്ട അണിഞ്ഞിട്ടാണ് ഗെവിൻ വന്നത്. തനിക്ക് പറ്റിയ പടച്ചട്ടകളൊന്നും അല്ല ആ സ്റ്റോറിലുള്ളതെന്ന് പറഞ്ഞിട്ട് മാർക്ക് ആ പടച്ചട്ടകളൊന്നും എടുക്കാതെയാണ് ഇറങ്ങിയത്. ആയുധങ്ങളും മാർക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗെവിന് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ മാർക്ക് മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടക്കുന്ന മാർക്ക് ഏകദേശം ഒരു 50 മീറ്റർ അപ്പുറത്തായി കാണുന്ന ആ കൂറ്റൻ രൂപത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാ നടക്കുന്നത്. ആ കൂറ്റൻ രൂപം മാർക്കിനെ അടിച്ചു തെറിപ്പിച്ച സിംഹമാണ്. മൈറ്റി സ്പിരിറ്റ് ലൈൻ എന്ന് ആളുകൾ വിളിക്കുന്ന ആ കൂറ്റൻ മോൺസ്റ്റർ മാർക്ക് ഫെല്ലർ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന സിംഹങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വലിപ്പമുണ്ട് ഈ സ്പിരിറ്റ് സിംഹത്തിന്. സ്പിരിച്വൽ എനർജി ഇഷ്ടം പോലെ ഉള്ള ആ മൈറ്റി സ്പിരിറ്റ് ലയൺ കൗതുകപൂർവ്വം മാർക്കിൽ നിന്ന് നോക്കി. സാധാരണഗതിയിൽ അതിന്റെ ഒറ്റയടിയിൽ ആ കാട്ടിലേക്ക് കടന്നു വരുന്ന ഏതൊരാളും കൊല്ലപ്പെടേണ്ടതാണ്. പക്ഷെ അതിവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ആ സിംഹത്തിന് ഒരു കൗതുകം. ആ സിംഹം കൗതുകപൂർവ്വം മാർക്കിനെ അങ്ങനെ നോക്കുമ്പോൾ മാർക്ക് മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടക്കുന്ന മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പെട്ടെന്നാണ് ആ സിംഹം ഒന്ന് ഓടി തുടങ്ങിയത്. 4 കാലും തറയിൽ അമർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് അതിവേഗം കുതിച്ച ആ സിംഹം പെട്ടെന്നാണ് അതിന്റെ പിൻകാലിൽ നിന്ന് മുന്നോട്ട് കുതിക്കുന്നത്. ആകാശത്തേക്ക് ആ സിംഹം അങ്ങനെ പറന്നു വരുമ്പോൾ അതിന്റെ വലത് കൈ ഒന്ന് ഉയർന്നിട്ടുണ്ട്. വലത് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സിംഹം ചാടുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലർക്ക് നേരെയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും തറയിൽ നിന്ന് ചാടി ഉയർന്നു കഴിഞ്ഞു. ഈ കാഴ്ച ഗെവിൻ ശരിക്കും അമ്പരപ്പോടെ അത്ഭുതത്തോടെ കണ്ണുവയ്ക്കാതെ കാണുകയാണ്. മാർക്ക് ഫെല്ലറെ സംരക്ഷിക്കാനാണ് യഥാർത്ഥത്തിൽ അയാൾ മാർക്കിനൊപ്പം ആ കാട്ടിലേക്ക് വന്നത്. പക്ഷേ മാർക്കിന്റെ പുറത്ത് ആ സിംഹത്തിന്റെ അടി പതിച്ചിട്ടും മാർക്കിന് ഒന്നും പറ്റിയില്ല എന്ന് കണ്ട ആ നിമിഷത്തിൽ അയാൾക്ക് മാർക്കിനുള്ള ഇംപ്രഷൻ ആകെ മാറിയിട്ടുണ്ട്. എങ്കിലും ഒരു ഭയം അയാളുടെ കണ്ണുകളിലുണ്ട്. ഈ സമയത്ത് സാക്ഷാൽ ആ മൈറ്റി ലയനും മാർക്ക് ഫെല്ലറും ഏതാണ്ട് മുഖാമുഖം എത്തിക്കഴിഞ്ഞു. മാർക്കിന്റെ തലയിലേക്ക് ആ സിംഹം ആ കൈ കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ
വലത് കൈകൊണ്ട് ആ സിംഹത്തിന്റെ കൈപ്പത്തിയിലേക്ക് ആഞ്ഞൊരൊറ്റ ഇടി. താഴേക്ക് പാഞ്ഞു വരുന്ന ആ കൈപ്പത്തിയിലേക്കാണ് മാർക്കിന്റെ കയ്യേറി ഇടിക്കുന്നത്. ആ ഇടി സിംഹത്തിന്റെ കയ്യിൽ പതിച്ചതും സിംഹം പുറകോട്ട് തെറിച്ചു. പുറകോട്ട് സിംഹം തെറിക്കുന്ന ആ കാഴ്ച കണ്ട ഗെവിൻ അറിയാതെ വാ പൊത്തി പോവുകയാണ്. അവന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച ഇതാ ഗെവിൻ കാണുകയാണ്. സിംഹത്തിന്റെ കയ്യിലേക്ക് ആഞ്ഞിടിച്ചതിന് ശേഷം മാർക്ക് ഫെല്ലർ തറയിൽ ലാൻഡ് ചെയ്യുമ്പോൾ തെറിച്ച് പുറകോട്ട് വീണ ആ സിംഹം ഒരു വല്ലാത്ത കൗതുകത്തോടുകൂടി ഒന്ന് നേരെ നിൽക്കുകയാണ്. അതിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സിംഹത്തിന്റെ അതിന്റെ ഓർമ്മയിൽ ഇത്തരത്തിൽ ഒരു രംഗം ചിലപ്പോ ആദ്യമാകും. ആ സിംഹത്തിന്റെ അറ്റാക്കിനെ തടുത്തു എന്ന് മാത്രമല്ല, തിരിച്ച് ആ സിംഹത്തിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ആദ്യമായിട്ടായിരിക്കും ആ സിംഹം പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു അമ്പരപ്പുണ്ട്. പക്ഷെ അത് അല്പനേരത്തേക്ക് സെക്കൻഡുകൾക്കകം മാറി. ആ സിംഹം അലറിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. ശക്തനായ ഒരു എതിരാളിയെ കിട്ടിയതിന്റെ സന്തോഷം ആ അലർച്ചയിൽ നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം. ആ സിംഹം മുന്നോട്ട് കുതിക്കുമ്പോൾ ഗെവിൻ ഉറക്കെ അലറി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ശ്രദ്ധിക്കണേ. അങ്ങനെ ഗെവിൻ പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലറും മുന്നോട്ട് കുതിച്ചിരുന്നു. ആ സിംഹത്തിന്റെ അലർച്ച പക്ഷേ ഒരു വൻ പ്രശ്നം അവിടെ ഉണ്ടാക്കുകയാണ്. അത് അതിശക്തമായി അലറിയതും അതിന്റെ വായിന്ന് ഒരു വല്ലാത്ത കാറ്റ് പുറത്തേക്ക് വന്നു. ആ കാറ്റ് ശക്തമായ ഇന്റർണൽ എനർജിയാൽ സമർത്ഥമാണെന്ന് ആ കാറ്റടിച്ച മരങ്ങൾ വേരോടെ പൊഴുതു വീഴുന്ന കണ്ട ഗവിന് മനസ്സിലായി. മരങ്ങൾ മാത്രമല്ല വീണത്, ചുറ്റും കാണുന്ന സകലതും തെറിക്കുകയാണ്. ഒരു വൻ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് ആ സിംഹം മുന്നോട്ട് ചാടിയിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ ആ കൊടുങ്കാറ്റിന്റെ മുകളിലേക്കാണ് ചാടി ഉയർന്നത്. സിംഹം മാർക്കിനെ അറ്റാക്ക് ചെയ്യാനായി ഓടി വന്ന് ചാടി ഉയരുമ്പോൾ തൊട്ടു മുന്നിലുള്ള ആ മരങ്ങളൊക്കെ വീഴുന്നതിനിടയിൽ കൂടി മാർക്ക് ഫെല്ലർ ആകാശത്തേക്ക് ചാടി ഉയർന്ന് ഒന്ന് തിരിഞ്ഞ് ലാൻഡ് ചെയ്തു കഴിഞ്ഞു. മാർക്ക് ലാൻഡ് ചെയ്ത സ്ഥലം കണ്ട ഗവിൻ വല്ലാത്ത അമ്പരപ്പോടെ കണ്ണ് തള്ളി അങ്ങനെ നിൽക്കുകയാണ്. മാർക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നത് ആ സിംഹത്തിന്റെ തലയിലാണ്. ഒരു കൂറ്റൻ സിംഹമാണ്. ആ കൂറ്റൻ സിംഹത്തിന്റെ തലയിൽ മാർക്ക് ലാൻഡ് ചെയ്തത് സ്വാഭാവികമായിട്ടും ആ സിംഹത്തിന് മനസ്സിലായി. സിംഹം മാർക്കിനെ തെറിപ്പിക്കാനായിട്ട് തന്റെ തല ശരിക്കും ശക്തമായി കുടയുകയാണ്. തലയും ബോഡിയും സിംഹം കുടയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ആ സിംഹവുമായി തറയിൽ എത്തിക്കഴിഞ്ഞു. തറയിലെത്തിയിട്ടും സിംഹം അങ്ങനെ കുടയുകയാണ്. പക്ഷെ ആ സമയത്താണ് മാർക്ക് ഇരു കരങ്ങൾ കൊണ്ട് ആ സിംഹത്തിനെ ആഞ്ഞ് ഇടിച്ചു തുടങ്ങിയത്. ഇടിയെന്ന് പറഞ്ഞ തുരുതുരായ ഇടിയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ സിംഹത്തിന് മനസ്സിലാകും മുമ്പ് 2 ഡസൻ തവണയെങ്കിലും മാർക്ക് ഫെല്ലറുടെ കൈകൾ ആ സിംഹത്തിന്റെ പുറത്ത് പതിച്ചുകയാണ്. അറ്റാക്ക് ചെയ്യുന്നതിന് ഒരു ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ എതിരാളിയെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പാടായിരിക്കും. ആ സിംഹത്തിന്റെ തലയിലേക്ക് ചാടി വീണ മാർക്കിന് ആ കാര്യം അറിയാം. സിംഹത്തിന് റിയാക്ട് ചെയ്യാൻ കഴിയും മുമ്പ് അതിനെ അറ്റാക്ക് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ചാടി വീണ ആ നിമിഷത്തിനെ മാർക്ക് ഫെല്ലർ 2 ഡസൻ തവണയെങ്കിലും ആ സിംഹത്തിന്റെ തലയിലേക്ക് ആഞ്ഞിടിച്ചു. ആ ഇടികൾക്ക് ഭയങ്കര വേഗതയുമാണ്. അതിവേഗതയിൽ 2 ഡസൻ തവണയെങ്കിലും ആ സിംഹത്തെ ഇടിച്ച് മാർക്ക് പെട്ടെന്ന് ഇടിയൊന്ന് നിർത്തി. കാരണം മാർക്ക് അത്രയും ഇടി ഇടിച്ചിട്ടും ആ സിംഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ കാഴ്ച കാണുന്ന നമ്മുടെ ഗവിൻ ഒരു ഏതാണ്ട് നിശ്ചല ദൃശ്യം കാണുമ്പോലെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമ കാണുന്ന പോലെ അയാളുടെ വായിന്നൊരു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ആ മൈറ്റി സ്പിരിറ്റ് ലൈനിന്റെ പുറത്തേക്ക് ചാടി കയറി ഒരു ഹണ്ടർ ഇതുപോലെ ഇടിക്കുമെന്ന് അയാൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. അതാണ് സത്യം. ആ സിംഹത്തിന് ഒന്നും പറ്റിയില്ല എന്ന് മനസ്സിലായതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് മാർക്കിന്റെ ബാറ്റിൽ വേർഡ് ഫോർമുലയുടെ ലെവൽ 1 ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ കപ്പാസിറ്റിയെ ഒരുപാട് തലങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ആ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ഫെല്ലർ ഒന്ന് താഴേക്ക് ചാടി ഒരൊറ്റ ഇടി. തന്റെ തലയുടെ പുറത്തിരിക്കുന്ന മാർക്ക് ഫെല്ലറെ തെറിപ്പിക്കാനായി പഠിച്ച പണി 18 ആ സിംഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ താഴേക്ക് ചാടുന്നതും അതിന്റെ ബോഡിയിലേക്ക് ആഞ്ഞിടിക്കുന്നത്. മാർക്ക് ചാടിയത് പോലും ആ സിംഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഒരു കാര്യം അറിഞ്ഞു, അതിന്റെ ബോഡിയിൽ ഒരു കൈ പതിച്ച കാര്യം. എന്താണ് സംഭവിക്കുന്നത് സിംഹത്തിന് മനസ്സിലാകും മുമ്പേ ആ ബാറ്റിൽ വേർഡ് ഫോർമുലയുടെ ശക്തിയിൽ ആ സിംഹത്തിന്റെ ബോഡി അത് നിന്ന സ്ഥലത്തുനിന്ന് ശരിക്കും ആകാശത്തേക്ക് അങ്ങ് പൊങ്ങി. ഒരൊറ്റയിലേക്ക് മാർക്ക് ഫെല്ലർ ആ സിംഹത്തെ തറയിന്ന് മുകളിലേക്ക് തെറിപ്പിക്കുകയാണ്. ഈ കാഴ്ച ഗവിന്റെ ശ്വാസം ഏതാണ്ട് നിലപ്പിച്ചു എന്ന് പറയാം. ഒരു കൂറ്റൻ സിംഹത്തെയാണ് മാർക്ക് ഫെല്ലർ ഒറ്റ ഇടിക്ക് തറയിന്ന് ആകാശത്തേക്ക് ഉയർത്തിയത്. മാർക്കിന്റെ ഇടിയേറ്റ ആ സിംഹം അടുത്തുണ്ടായിരുന്ന മരങ്ങളെയൊക്കെ ഏതാണ്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ആ
മരങ്ങൾക്കിടയിലൂടെ തറയിൽ അതിഭീകരമായ ശബ്ദത്തോടെ വന്ന് പതിച്ചു. ആ സിംഹം വന്ന് പതിച്ച സ്ഥലത്ത് ഒരു കൂറ്റൻ കുഴിയാണ് തൽഫലമായി ഉണ്ടായത്. അത്രയും വലിയ സൈസാണ് ആ സിംഹത്തിനുള്ളത്. കണ്ണുകൾ തള്ളി വാ തുറന്ന് ഗെവിൻ അങ്ങനെ നിശ്ചലനായി നിൽക്കുമ്പോൾ മാർക്ക് ഫുള്ളർ ആ സിംഹത്തിന്റെ അടുത്തേക്ക് പറന്നെത്തിക്കഴിഞ്ഞു. മാർക്ക് ശരിക്കും ആ സിംഹത്തിനെ ഫോളോ ചെയ്യുകയാണ്. തറയിൽ വീണ സിംഹം ശരിക്കും ഒരു കുഴിയിലായതുപോലെ തോന്നിയ നിമിഷത്തിൽ മാർക്ക് ഫുള്ളർ ആ സിംഹത്തിന്റെ പുറത്തേക്ക് ചാടി വീണ് കഴിഞ്ഞു. കൂറ്റൻ സിംഹത്തിന്റെ ഏതാണ്ട് പകുതിയിലധികം ഭാഗവും മണ്ണിന് മുകളിലുണ്ട്. ബാക്കി ഭാഗം ഏതാണ്ട് മണ്ണിനകത്താണെന്ന് പറയാം. മണ്ണിന് മുകളിലുള്ള ആ സിംഹത്തിന്റെ പുറത്താണ് മാർക്ക് ഫുള്ളർ ഉള്ളത്. ആ സിംഹത്തിന്റെ പുറത്തേക്ക് ചാടി വീണ നിമിഷത്തിൽ തന്നെ സെക്കൻഡ് ലെവൽ ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് വലത് കൈ ഉയർത്തി ആ സിംഹത്തിന്റെ തലയിൽ ആഞ്ഞൊരൊറ്റ ഇടി. ആ ഇടിക്ക് ഫലമുണ്ടായെന്ന് ഗെവിന്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിക്കാം. മാർക്കിന്റെ ഇടിയേറ്റ് ആ സിംഹത്തിന്റെ തല ശരിക്കും ഒന്ന് ചിതറി. ആ സിംഹത്തിന് അലറാൻ കഴിയും മുമ്പ് മാർക്ക് ഫുള്ളറുടെ ഇടത് കൈയും ആ സിംഹത്തിന്റെ തലയിൽ പതിച്ചു. തുടർന്ന് വീണ്ടും വലത് കൈ. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ആ സിംഹത്തിന്റെ ഒരു തല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ശൈലിയിൽ മാർക്ക് ആ തല ഇടിച്ച് ചതച്ചു എന്ന് പറയാം. സിംഹം പെട്ടെന്ന് ചാഞ്ഞു. അതിന്റെ ജീവൻ പോകുന്നവരെ മാർക്ക് അതിനെ ഇടിക്കുകയായിരുന്നു. ആ സിംഹം പൂർണ്ണമായും നിശ്ചലമായതും ഗെവിൻ മാർക്കിനടുത്തേക്ക് ഓടി വന്നു. ഓടിയെത്തിയ ഗെവിൻ ശരിക്കും നിശബ്ദനായി മാർക്ക് ഫുള്ളറെയും ആ സിംഹത്തിനെയും അല്പനേരം അങ്ങനെ നോക്കി നിന്നു പോവുകയാണ്. അതിൽ ആരാണ് യഥാർത്ഥത്തിൽ മൈറ്റി സ്പിരിറ്റ് ലൈൻ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിലാണ് ഇപ്പോൾ ഗെവിൻ. സകല ഹണ്ടേഴ്സും ഭയത്തോടെ മാത്രം കേട്ടിരുന്ന ഉച്ചരിച്ചിരുന്ന ഒരു പേരാണ് ആ മോൺസ്റ്റർ, മൈറ്റി സ്പിരിറ്റ് ലൈൻ. അതാണ് ഇപ്പൊ ഇതാ നിശ്ചലമായി അവിടെ കിടക്കുന്നത്. ബോധത്തിലേക്ക് മടങ്ങി വന്ന ഗെവിൻ പെട്ടെന്ന് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ്, എനിക്കെന്ത് കുഴപ്പം? മാർക്ക് എന്താ നോക്കുന്നത്? അങ്ങനെ ഗെവിൻ ചോദിക്കുമ്പോൾ മാർക്ക് ഫുള്ളർ ശരിക്കും ആ സിംഹത്തെ അരിച്ചു പറക്കുകയാണെന്ന് പറയാം. മാർക്ക് നോക്കുന്നത് ആ സിംഹത്തിന്റെ ബോഡിയിൽ എവിടെയെങ്കിലും ലൈഫ് എനർജിയുടെ സാന്നിധ്യം ഉണ്ടോ എന്നാണ്. മാർക്കിന് സ്പിരിച്വൽ എനർജി കൂടിയേ തീരൂ. ആ സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ബോഡിയിൽ എത്തിക്കണമെങ്കിൽ അതിന് ലൈഫ് എനർജി വേണം. ആ ലൈഫ് എനർജിയിലൂടെ മാത്രമേ സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യാൻ കഴിയുന്ന ശൈലിയിലേക്ക് മാർക്കിന്റെ ബോഡിയെ മാറ്റിയെടുക്കാൻ പറ്റും. അത് ഭൂമിയിൽ വെച്ച് പൗലൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭൂമിയിൽ പലയിടത്തും മാർക്ക് ഒരു കൊല്ലക്കാലം അലഞ്ഞത് ആ ലൈഫ് എനർജിക്ക് വേണ്ടിയാണ്. ഒരു കൊല്ലം അലഞ്ഞിട്ടും മാർക്കിന് ആ ലൈഫ് എനർജി കിട്ടാതെ വന്ന ആ സമയത്താണ് വീണ്ടും ഹെവൻലി റീജിയനിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നതും മാർക്ക് അവർക്കൊപ്പം ഇവിടെ എത്തിയതും. ഇവിടെ ഈ വനത്തിനകത്ത് ലൈഫ് എനർജി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഗെവിൻ പറഞ്ഞതുകൊണ്ടാണ് മാർക്ക് സന്തോഷപൂർവ്വം ആ മൈറ്റി സ്പിരിറ്റ് ലൈനെ കൊല്ലാനുള്ള ദൗത്യം ഏറ്റെടുത്തത്. മാർക്ക്, ഈ ലൈഫ് എനർജി അത്ര എളുപ്പമൊന്നും കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ കുറെ കൂടി ഉള്ളിലേക്ക് പോയാലേ ലൈഫ് എനർജിയുള്ള ഏതെങ്കിലും ഡീമൺ ബീസ്റ്റുകളെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിശക്തരായ ചെകുത്താൻ സ്വഭാവമുള്ള വന്യമൃഗങ്ങൾ ഉൾക്കാട്ടിൽ ഉണ്ടാകും. അവരിൽ ചിലപ്പോൾ ലൈഫ് എനർജി ഉണ്ടാകും. അതാണ് ഗെവിൻ പറയുന്നത്. മാർക്ക് ഗെവിനോട് പറഞ്ഞു, ഗെവിൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനുമായി പോവാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ സിംഹത്തെ മാർക്കിന്റെ നിലവറിലേക്ക് മാറ്റി. മാർക്ക് ഫുള്ളറും ഗെവിനും കൂടി കാട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു തുടങ്ങി. പുറത്തേക്ക് നടക്കുമ്പോൾ ഗെവിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ശരിക്കും നീ ഏത് ലെവലാണ്? കമാൻഡർ ഗെവിൻ, ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാനൊരു പീക്ക് ലെവൽ മാർഷൽ സെയിന്റ് ആയിരുന്നു. മാർഷൽ സെയിന്റോ? അതെന്താ സംഭവം? മിസ്റ്റർ കമാൻഡർ ഗെവിൻ, നിങ്ങൾ ഈ നേസന്റ് സോൾ സ്റ്റേജ് എന്ന് പറയില്ലേ, അതിനെയാണ് ഭൂമിയിൽ മാർഷൽ സെയിന്റ് എന്ന് പറയുക. മാർക്ക്, നീ വെറും നേസന്റ് സോൾ സ്റ്റേജ് നിൽക്കുന്ന ആളാണോ? എന്നിട്ടാണോ നീ ഈ മൈറ്റി സ്പിരിറ്റ് ലൈനെ കൊന്നത്? ഗെവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ സാധാരണ കൊച്ചുകുട്ടികൾ എത്തുന്ന സ്റ്റേജാണ് ഈ നേസന്റ് സോൾ സ്റ്റേജ്. ആ നേസന്റ് സോൾ സ്റ്റേജിൽ നിന്നാണ് പിന്നീട് സോൾ ഫോർമേഷൻ സ്റ്റേജിലേക്ക് കടക്കുക. നേസന്റ് സോൾ എന്ന് പറയുമ്പോൾ പുതിയ ആത്മാവ് ഉണ്ടാകുന്ന ഘട്ടമാണ്. ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ഏത് സ്ഥലത്താണെങ്കിലും ആ ആത്മാവ് ഉണ്ടായി വരുമ്പോഴാണ് ശക്തനായി മാറുന്നത്. പിന്നീട് അത് സോൾ ഫോർമേഷൻ സ്റ്റേജാണ്. ആ സോൾ കുറച്ചുകൂടി ശക്തമായി വലുതാകുന്ന സ്റ്റേജ്. അതിനുശേഷം സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ്. അങ്ങനെയാണ് ഇവിടെ ഈ ഹെവൻലി റീജിയനിൽ ഓരോ ഘട്ടങ്ങളും കടക്കുക. പക്ഷെ അങ്ങനെ കടക്കുന്ന ആളുകളെ പൊതുവെ വിളിക്കുക മൈറ്റി ലെവൽ എന്നും ഓൾമൈറ്റി ലെവൽ എന്നും ഒക്കെയാണ്. ഭൂമിയിലെ പോലെ തന്നെ ഇവിടെ മൈറ്റി ലെവലിലെ ആ സിംഹത്തെയാണ് മാർക്ക് കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗെവിന് മാർക്കിന്റെ ശക്തി ഒരു നേസൻ സോൾ സ്റ്റേജിൽ മാത്രമാണ് എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു അമ്പരപ്പും കൗതുകമൊക്കെ തോന്നുകയാണ്. മാർക്ക്, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, നീ എന്താ
നിന്റെ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാത്തത്? ഗെവിൻ, സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാനത് ഉപയോഗിക്കാത്തത്. ശരിക്കും ഇപ്പോ എന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജി ഇല്ല. മാർക്ക്, സ്പിരിച്വൽ എനർജി ഇല്ലെന്നോ? അത് ഗെവിൻ, ഒരു സംഭവത്തിന്റെ ഫലമായിട്ട് എന്റെ സ്പിരിച്വൽ എനർജി പൂർണ്ണമായും നഷ്ടമായി. ആ സ്പിരിച്വൽ എനർജി തിരിച്ചു പിടിക്കാൻ എനിക്ക് ലൈഫ് എനർജി വേണം. മാർക്ക് അതുകൂടി പറഞ്ഞപ്പോഴാണ് ഗെവിന് എന്തുകൊണ്ട് മാർക്ക് എപ്പോഴും ലൈഫ് എനർജിയെ കുറിച്ച് ചോദിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അവർ രണ്ടുപേരും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കാടിന് പുറത്തേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് ആ ഹണ്ടർ ഓർഗനൈസേഷനിൽ സാക്ഷാൽ ജിൻസന്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഹണ്ടേഴ്സ് ജിൻസനോട് പറഞ്ഞു, ജിൻസൺ, നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കമാൻഡർ ഗെവിൻ ഉള്ള സ്ഥിതിക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ആ ഹണ്ടർ പറഞ്ഞപ്പോ ഗെവിൻ അവന്റെ കൗണ്ടറിലുള്ള ബാക്കി പേപ്പറുകൾ എടുത്തു. മാർക്ക് ഫെല്ലർ ഏറ്റെടുത്ത അതേ ശൈലിയിലുള്ള ദൗത്യങ്ങളാണ് ആ പേപ്പറുകളിലുള്ളത്. അവൻ ആ പേപ്പർ കയ്യിലെടുത്തിട്ട് അവിടെ കൂടി നിൽക്കുന്ന ഹണ്ടേഴ്സിനോട് പറഞ്ഞു, നോക്ക്, എനിക്ക് ഇനിയും ഇത് അംഗീകരിക്കാനാവില്ല. ഈ ഓർഡറുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ കൊലയ്ക്ക് കൊടുക്കാൻ പര്യാപ്തമാണ്. ഞാൻ അതുകൊണ്ട് ഇതിങ്ങ് കീറാൻ പോവുകയാണ്. അങ്ങനെ ജിൻസൺ പറഞ്ഞതും ഹണ്ടേഴ്സ് ജിൻസനോട് പറഞ്ഞു, ജിൻസൺ, അത് നിയമവിരുദ്ധമാണ്. നമ്മുടെ റൂൾസിന് എതിരാണ് നീ പറയുന്ന കാര്യം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് കീറും. അങ്ങനെ ജിൻസൺ പറഞ്ഞതും ഒരു ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് ജിൻസനോട് പറഞ്ഞു, ജിൻസൺ, നീ അത് കീറുകയാണെങ്കിൽ നിന്നെ ഞാനൊരു ആൺകുട്ടിയാണെന്ന് സമ്മതിച്ചു തരാം. ജിൻസനോട് അങ്ങനെ പറഞ്ഞിട്ട് ശരിക്കും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ജിൻസന്റെ മുന്നിലേക്ക് വന്നു. സഹീർ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. ജിൻസൺ, ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നീ ശരിക്കും വീരവാദം മുടക്കുന്നത് കുറെ നേരമായി ഞാൻ കേൾക്കുകയാണ്. ഇടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ പേപ്പർ കീറ്. ജിൻസൺ ആ പേപ്പർ കീറിയാൽ സ്വാഭാവികമായിട്ടും ജിൻസനെ ജോലിയിൽ നിന്ന് അസോസിയേഷൻ ഒഴിവാക്കും. അങ്ങനെ വന്നാൽ ജിൻസൺ ഇപ്പൊ ചെയ്യുന്ന ജോലി ചെയ്യാൻ ആരെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നത് സഹീർ ആയിരിക്കും. സഹീറിന് ആ കാര്യം ഉറപ്പാണ്. ജിൻസൺ അവിടെ നിന്ന് ഒഴിവായാൽ മാത്രമേ സഹീറിന് ആ പോസ്റ്റിൽ എത്താൻ പറ്റൂ. അതുകൊണ്ട് തന്നെ സഹീർ ജിൻസനെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുകയാണ്. ജിൻസൺ, എനിക്കറിയാം നിനക്ക് ധൈര്യമുണ്ടെന്ന്. നീ ഒരു ആൺകുട്ടിയല്ലേ, നീ കേടാതെ. സഹീർ എന്ന് പറയുമ്പോ ബാക്കി ഹണ്ടേഴ്സ് ജിൻസനോട് പറയുകയാണ്, ജിൻസൺ, അബദ്ധം കാണിക്കരുത്. ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ നിയമാവലിക്ക് വിരുദ്ധമാണ്. ജിൻസൺ, ഒരു കാരണവശാലും നീ അത് ചെയ്യരുത്. അങ്ങനെ ഹണ്ടർമാർ പറഞ്ഞപ്പോ ജിൻസൺ അവരോട് പറഞ്ഞു, പക്ഷേ എനിക്ക് ഇത് അംഗീകരിക്കാനാവില്ല. നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ എങ്ങനെ സമ്മതിക്കും? ജിൻസന്റെ മൈൻഡ് സെറ്റ് വായിച്ചറിഞ്ഞ സഹീർ ജിൻസനോട് പറഞ്ഞു, അതെ ജിൻസൺ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ നമ്മളെങ്ങനെയാ കൊലയ്ക്ക് കൊടുക്കുക? ജിൻസൺ, നീ കീറിക്കളഞ്ഞ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഓർഡർ ഇല്ലെന്ന് വന്നാൽ പിന്നെ ആരും വനത്തിലേക്ക് പോകത്തില്ലല്ലോ. അങ്ങനെ സഹീർ വീണ്ടും പറഞ്ഞതും ഹണ്ടർമാരിൽ ഒരാൾ ജിൻസനോട് പറഞ്ഞു, ജിൻസൺ, നീ സഹീർ പറഞ്ഞു കേട്ടാ ചെയ്യരുത്. സഹീർ നിന്നെ കുഴയ്ക്കാൻ നോക്കുകയാണ്. സഹീർ ശരിക്കും ആ അവസരം മുതലെടുക്കുകയാണെന്ന് ജിൻസനും അറിയാം. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം അവനെ ആ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. അവൻ ആ പേപ്പറുകൾ കയ്യിലെടുത്ത് കീറാനായിട്ട് അങ്ങനെ പിടിച്ചപ്പോ പുറത്തു നിൽക്കുന്ന ഒരാള് ജിൻസനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജിൻസൺ, ദാ അവരെത്തി. പുറത്തു നിൽക്കുന്ന ആള് പറഞ്ഞു കേട്ടതും ജിൻസൺ ആ പേപ്പറുകൾ ആളുടെ മേശവലിപ്പിനകത്തേക്ക് വെച്ചതിന് ശേഷം പുറത്തേക്ക് ഓടിയെത്തി. പുറത്തേക്ക് ഓടി വരുന്ന ജിൻസന് ദൂരെ നിന്ന് മാർക്ക് ഫെല്ലറും ഗെവിനും കൂടി നടന്നു എന്ന് കാണാം. അത് കണ്ടതും ജിൻസനും ഹണ്ടേഴ്സും അവർക്ക് നേരെ ഓടി. ആദ്യം ഓടിയെത്തിയത് സാക്ഷാൽ ജിൻസൺ തന്നെയാണ്. മാർക്കിനടുത്തേക്ക് ഓടിയെത്തിയ ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്കൊന്നും പറ്റില്ലല്ലോ, ആശ്വാസമായി. നോക്ക് മാർക്ക്, നീ ആ ഓർഡർ അനുസരിച്ച് ആ മൃഗത്തെ വേട്ടയാടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജീവൻ രക്ഷപ്പെട്ടല്ലോ, അതാണ് പ്രധാനം. കമാൻഡർ ഗെവിൻ, താങ്കള് ശരിക്കും സുദീർഘമായ കാര്യമാണ് ചെയ്തത്. മാർക്കിനെ സംരക്ഷിച്ചല്ലോ. ജിൻസന് ശരിക്കും സന്തോഷം. ജിൻസൺ അത് പറയുമ്പോൾ ജിൻസന്റെ സന്തോഷം കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കൂട്ടത്തിൽ ഒരാള് കൊല്ലപ്പെടുന്നത് സഹിക്കാൻ ജിൻസന് പറ്റുന്നില്ല. അപ്പോഴാണ് ഗെവിൻ ജിൻസനോട് പറഞ്ഞത്, ജിൻസൺ, മാർക്കിനെ ഞാൻ രക്ഷിച്ചൊന്നുമല്ല, അവൻ സ്വയം രക്ഷപ്പെട്ട തന്നെയാണ്. അത് കേട്ട ജിൻസൺ ഗെവിനോട് പറഞ്ഞു, അതെന്തെങ്കിലും ആവട്ടെ, ജീവൻ രക്ഷിച്ചല്ലോ. മാർക്ക്, നീ ഭയപ്പെടണ്ട, നിനക്ക് പറ്റിയ ഓർഡറുകൾ ഞാൻ തരാം. ആ സിംഹത്തിന്റെ കാര്യം വിട്ടേക്ക്. അങ്ങനെ ജിൻസൺ പറഞ്ഞതും മാർക്ക് ജിൻസനോട് പറഞ്ഞു, അല്ലെങ്കിലും ആ സിംഹത്തിന്റെ കാര്യത്തിൽ ഇനി ഭയമൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറുടെ മാന്ത്രിക നിലവറയിൽ നിന്ന് ആ സിംഹത്തിന്റെ ബോഡി എടുത്ത് പുറത്തേക്ക് വെച്ചു. ആ കൂറ്റം സിംഹം ഒരു ശബ്ദത്തോടെ തറയിലേക്ക് അങ്ങനെ വീണപ്പോ അവിടേക്ക് ഓടിയെത്തിയിരുന്ന ആ ഹണ്ടർമാരും സഹീറും അതുപോലെ ജിൻസനും നിശ്ചലരായി അമ്പരപ്പോടെ ഞെട്ടി ആ ബോഡിയിലേക്ക് നോക്കി പോവുകയാണ്. ശരിക്കും ഒരു കുഞ്ഞ് മല കിടക്കും പോലെയാണ് ആ സിംഹം കിടക്കുന്നത്. അതിന്റെ തല മാത്രം ചിതറിയിട്ടുണ്ട്. മാർക്ക് ഫെല്ലർ അതിന്റെ തല ഇടിച്ച് ചിതറിച്ച്
അതിന്റെ പ്രിമോഡിയൽ സ്പിരിറ്റ് വരെ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു. ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ട ആളുകൾ നേരെ ഗവിന് നേരെ തിരിഞ്ഞു. ഹേയ് കമാൻഡർ ഗവിൻ, താങ്കൾ ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു മൈറ്റി സ്പിരിറ്റ് ലയനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. താങ്കള് എന്തായാലും മാർക്കിന്റെ കൂടെ പോയി ഈ കാര്യം ചെയ്തത് നന്നായി. ശരിക്കും നിങ്ങൾ അഭിനന്ദനം അർഹിക്കുകയാണ്. അങ്ങനെ ആളുകൾ ഓരോരുത്തരായി അത് പറഞ്ഞതും ജിൻസനും അത് ആവർത്തിച്ചു. അത് കേട്ടതും ഗവിൻ ജിൻസനോട് പറഞ്ഞു, മിസ്റ്റർ ജിൻസൺ, സത്യത്തിൽ ഇതിനെ കൊന്നത് ഞാനല്ല, പിന്നെ മാർക്കാ കൊന്നത്. മാർക്കോ? ആർക്കും ആ വാചകം കേട്ടിട്ട് അവിടെ വിശ്വാസം വരുന്നില്ല. മാർക്ക് ഈ സിംഹത്തിനെ കൊന്നോ? അതേന്ന് മാർക്ക് സ്വന്തം കൈകൊണ്ട് ഈ സിംഹത്തിനെ ഇടിച്ച് കൊല്ലുകയായിരുന്നു. മാർക്ക് ഫല സ്വന്തം കൈമുഷ്ടി കൊണ്ട് ആ സിംഹത്തെ ഇടിച്ച് കൊല്ലുകയായിരുന്നു കേട്ടപ്പോ വല്ലാത്തൊരു ഞെട്ടൽ ആ ഹണ്ടേഴ്സിനൊക്കെ ഉണ്ട്. ശരിക്കും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കഥയല്ല അവർ കേൾക്കുന്നത്. മാർക്ക് ഫലത്തിനെ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ് സാക്ഷാൽ ജിൻസൺ. ജിൻസൺ പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത് മാർക്കിനെ കൈപിടിച്ച് കുലുക്കി. മാർക്ക്, കൺഗ്രാജുലേഷൻ, ശരിക്കും എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ജിൻസൺ പറയുമ്പോൾ ശരിക്കും ഇവിടെ ഈ സാഹചര്യത്തിൽ ഒരു വല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്നത് സാക്ഷാൽ സഹീറാണ്. സഹീർ മാർക്കിനെ കൗതുകപൂർവ്വം ഒന്ന് നോക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവിടെ ആ ഓർഗനൈസേഷനിൽ വന്ന രംഗം സഹീറിന് നല്ല ഓർമ്മയുണ്ട്. മാർക്ക് 7 നിറങ്ങളിലുള്ള ഒരു പക്ഷിയുടെ പുറത്ത് കയറിയാണ് അവിടെ ആ ഹണ്ടർ ഓർഗനൈസേഷൻ എത്തിയത്. 7 നിറമുള്ള ആ പക്ഷി വളരെ വിലപിടിപ്പുള്ള ഒരു പക്ഷിയാണെന്ന് സഹീറിന് അറിയാം. അത്തരത്തിലൊരു പക്ഷിയുടെ പുറത്ത് കയറി അവിടെ എത്തണമെങ്കിൽ വന്ന ആള് നിസ്സാരക്കാരനല്ല. അതും സഹീറിന് അറിയാവുന്ന കാര്യമാണ്. വന്ന കക്ഷി ഏതോ വലിയൊരു അരിസ്റ്റോക്രാറ്റിക് കുടുംബത്തിലെ അല്ലെങ്കിൽ വലിയ ഓർഗനൈസേഷന്റെ പാർട്ടായ കക്ഷിയാണ്. അങ്ങനെ ഒരു ധാരണയും സഹീറിന്റെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ആ ധാരണ ഇതാ ഉറച്ചിരിക്കുകയാണ്. അതിശക്തനായ ആ മൈറ്റി ലെവൽ സ്പിരിറ്റ് ലയണിനെയാണ് മാർക്ക് ഫെല്ലർ ഇതാ ഇടിച്ചു കൊന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ വല്ലാത്ത ശക്തി വേണം. അത്രയും ശക്തിയുള്ള ഒരാള് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആള് ആകത്തില്ല. ഇയാള് ഇവിടെ ഈ ഹണ്ടർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം വന്നതാണ്. വേട്ടയാടുക എന്നുള്ളത് കൗതുകമായി കാണുന്ന അനവധി ചെറുപ്പക്കാർ വലിയ വലിയ കുടുംബങ്ങളുണ്ടാവും. അത്തരത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഈ മാർക്ക് ഫെല്ലർ. ആ കാര്യം സഹീറിന് ഉറപ്പായി. സഹീർ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ജിൻസൺ മാർക്കിനെയും കൊണ്ട് കൗണ്ടറിലേക്ക് മടങ്ങിയെത്തി. കൗണ്ടറിലെത്തിയതും മാർക്ക് ഫെല്ലർ ജിൻസോട് ചോദിച്ചു, അല്ല ജിൻസൺ, എനിക്ക് നൽകാന്ന് പറഞ്ഞ പ്രതിഫലം നൽകിയില്ല. മാർക്ക്, അതിനാ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ജിൻസൺ മാർക്കിനെയും കൊണ്ട് അകത്തെ ഓഫീസ് റൂമിലേക്ക് നടന്നു. അവിടെ ഒരു പ്രത്യേക മുറിക്കുള്ളിലേക്കാണ് മാർക്കിനെയും കൊണ്ട് ജിൻസൺ എത്തിയത്. അവിടെ എത്തിയ ജിൻസൺ അവിടെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാർഡ് പുറത്തെടുത്തതിന് ശേഷം അവിടെയുള്ള ഒരു യന്ത്രത്തിലോട്ട് വെച്ചു. അവിടെയുള്ള ആ യന്ത്രം ഒരു കമ്പ്യൂട്ടറുമായി കണക്റ്റഡ് ആണ്. ആ കമ്പ്യൂട്ടറിലെ കീബോർഡിൽ അയാൾ ചില കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതും ആ കാർഡ് ഒന്ന് പ്രകാശിച്ചു. ആ കാർഡ് അതിനുശേഷം ജിൻസൺ മാർക്കിനെ ഹാൻഡ് ഓവർ ചെയ്തു. മാർക്ക്, ഇതിൽ 4 ലക്ഷം സ്പിരിറ്റ് കോയിൻ ഉണ്ട്. അത് കേട്ടത് മാർക്ക് ചോദിച്ചു, അല്ല ജിൻസൺ, 5 ലക്ഷം സ്പിരിറ്റ് കോയിൻ അല്ലേ ഓഫർ? മാർക്ക്, 10% ഇവിടെ ഈ ഓർഗനൈസേഷന്റെ കമ്മീഷനാണ്. ഈ പണം ഉപയോഗിച്ചാണ് ഈ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നതും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും. അത് കേട്ടപ്പോൾ മാർക്ക് ചിരിച്ചുകൊണ്ട് ജിൻസനോട് പറഞ്ഞു, ഓക്കെ ഓക്കെ, അത് ആയിക്കോട്ടെ, പിന്നെ ഇനിയും ഇതുപോലുള്ള ഓർഡറുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇനം നൽകണേ. മാർക്ക്, ഒരു തവണ നീ വിജയിച്ചെന്ന് കരുതി എപ്പോഴും അത്ര ഓർഡർ എടുക്കണോ? മിസ്റ്റർ ജിൻസൺ, എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡർ എടുക്കുന്നത്. അങ്ങനെ ജിൻസനോട് മാർക്ക് പറഞ്ഞതും ജിൻസൺ കൗണ്ടറിലുള്ള ബാക്കിയുള്ള ഓർഡറിൽ കൂടി മാർക്കിനെ ഹാൻഡ് ഓവർ ചെയ്തു. മാർക്ക് ആ ഓർഡറുകൾ പോക്കറ്റിലിട്ടതിന് ശേഷം തിരിച്ച് പുറത്തിറങ്ങുമ്പോൾ അവിടെ സാക്ഷാൽ ഗവിൻ കാത്തു നിൽക്കുകയാണ്. ഗവിന്റെ അടുത്തേക്ക് നടന്ന മാർക്ക് ഗവിനോട് പറഞ്ഞു, കമാൻഡർ ഗവിൻ, നമുക്ക് നാളെ തന്നെ വീണ്ടും വേട്ടയ്ക്ക് പോകണം. ഹേയ് മാർക്ക്, നമ്മൾ ഇന്ന് ഒരെണ്ണം കഴിഞ്ഞല്ലേ ഉള്ളൂ, നാളെ തന്നെ പോകണോ? കമാൻഡർ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആവശ്യം ലൈഫ് എനർജിയാണെന്ന്. ആ ലൈഫ് എനർജി ഈ വനത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പണം മുടക്കി അത് വാങ്ങേണ്ടി വരും. അതിനെനിക്ക് ഒരുപാട് സ്പിരിറ്റ് കോയിൻ വേണം. ഗവിന് മാർക്കിന്റെ ഉദ്ദേശം മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഗവിൻ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അങ്ങനെ പറഞ്ഞതും മാർക്ക് ആ കാർഡ് എടുത്ത് ഗവിന്റെ കയ്യിലേക്ക് കൊടുത്തു. മിസ്റ്റർ ഗവിൻ, ഇതിൽ 4 ലക്ഷം സ്പിരിറ്റ് കോയിൻ ഉണ്ട്. നമ്മൾ ഒന്നിച്ചാണ് വേട്ടയ്ക്ക് പോയത്, അതുകൊണ്ട് പകുതി നിങ്ങൾക്കുള്ളതാണ്. മാർക്ക്, അതൊന്നും വേണ്ട, ഇത് നീ മാത്രം ഇൻവോൾവ് ആയ കാര്യമാണ്. ഒരു കാരണവശാലും ഇതിന്ന് ഒരു സ്പിരിറ്റ് കോയിനും എനിക്കെടുക്കാൻ പറ്റത്തില്ല. കമാൻഡർ ഗവിൻ, അങ്ങനെ അല്ല, നിങ്ങൾ ഇവിടെ എൻ്റെ ഗുരു കൂടിയാണ്. നിങ്ങളുടെ സഹായമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആ മൈറ്റി സ്പിരിറ്റ് ലൈനിന്റെ അടുത്ത് എത്തത്തുപോലുമില്ലായിരുന്നു. നിങ്ങളാ എന്നെ സഹായിച്ചത്.
നിങ്ങൾ പണം എടുത്തേ പറ്റൂ. പണം എടുക്കണമെന്ന് മാർക്കും വേണ്ട എന്ന് ഗെവിനും പറഞ്ഞെങ്കിലും അവസാനം 1,00,000 സ്പിരിറ്റ് കോയിൻ ഗെവിൻ മാർക്കിന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റി. മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ കോയിന് കൈപ്പറ്റാൻ ഗെവിന് ഒരുപാട് വിഷമമുണ്ട്. ഗെവിൻ ആ സിംഹത്തെ നേരിടുന്ന പ്രക്രിയയിൽ ഒട്ടും ഇൻവോൾവ് ആയിരുന്നില്ല എന്നുള്ള കാര്യം മറ്റാരെക്കാളും നന്നായി ഗെവിൻ അറിയാമല്ലോ. പക്ഷേ മാർക്ക് നിർബന്ധപൂർവ്വം ഗെവിൻ ആ 1,00,000 സ്പിരിറ്റ് കോയിനുകൾ കൊടുത്തപ്പോൾ ഗെവിന് മാർക്കിനോടുള്ള ആ അടുപ്പം അങ്ങ് കൂടുകയാണ്. ഗെവിൻ പടച്ചട്ടകളും ആയുധങ്ങളും തിരിച്ച് സ്റ്റോറിൽ എത്തിക്കാനായി പോയ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ അവിടെ കൗണ്ടറിന് പുറത്തിരിക്കുകയാണ്. ആ സമയത്താണ് സഹീർ മാർക്കിന്റെ അടുത്തേക്ക് വന്നത്. മിസ്റ്റർ മാർക്ക്, ഫ്രീ ആണോ എന്നാ സഹീർ അങ്ങനെ ചോദിച്ചത്. അല്ല, ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് കൂടായിരുന്നു. ഞാൻ മാർക്കിനെ കണ്ടപ്പോൾ തന്നെ മാർക്കിന് ഒരു പാർട്ടി തരണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോ അതിനെ പറ്റിയൊരു സാഹചര്യമായല്ലോ. പ്ലീസ് എന്നോടൊപ്പം ഒന്ന് വരാവോ. സഹീർ വളരെ കരുതലോടെ കാര്യത്തോടെ മാർക്കിനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ മാർക്ക് സഹീറിനൊപ്പം അവന്റെ മുറിയിലേക്ക് നടന്നു. അവിടെ മാർക്ക് ചെല്ലുമ്പോൾ മാർക്കിന് വേണ്ടി വില കൂടിയ വൈനും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ സഹീർ കരുതി വെച്ചിട്ടുണ്ട്. മാർക്ക് സഹീറിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും വൈൻ കുടിക്കുകയും ചെയ്യുമ്പോൾ സഹീർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എനിക്ക് അറിയാം കേട്ടോ. എന്തറിയാന്ന്? നിങ്ങള് വലിയ കുടുംബത്തിൽ നിന്ന് ഇവിടെ വരുന്നതല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല മാർക്ക്, ഒന്നും ഒളിക്കണ്ട. എനിക്കറിയാം മാർക്ക്, നിങ്ങള് വലിയ ആളാണെന്ന്. സഹീർ അങ്ങനെ പറഞ്ഞപ്പോ മാർക്ക് ഫെല്ലർ പിന്നെ കൂടുതൽ തർക്കിക്കാനൊന്നും പോയില്ല. മാർക്ക് ആ പക്ഷിപ്പുറത്ത് വന്നിറങ്ങിയതും ഈ ലയണിനെ വേട്ടയാടിയതും അവനെ ശരിക്കും സ്വാധീനിച്ചു എന്ന് വ്യക്തം. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഗെവിൻ കടന്നു വന്നത്. ഗെവിൻ മാർക്കിനെ അവിടെ നിന്ന് വിളിച്ച് പുറത്തോട്ട് പോയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവൻ ആൾ ശരിയല്ല, അവനെ ഒന്ന് ശ്രദ്ധിക്കണം. ഏയ് ഗെവിൻ, അതൊക്കെ എനിക്കറിയാം, വിട്ടുകള. പിറ്റേന്ന് മാർക്ക് ഫെല്ലറും ഗെവിനും കൂടി വീണ്ടും കാട്ടിലേക്ക് പോയി. അന്നും അതിശക്തരായ ഡീമൺ ബീസ്റ്റുകളെ വേട്ടയാടിയാണ് മാർക്കും ഗെവിനും മടങ്ങിയെത്തിയത്. 5,00,000 സ്പിരിറ്റ് കോയിൻ ഒന്നും അതിന് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും 4,00,000, 3,00,000, 2,50,000 ഒക്കെ പ്രതിഫലമുള്ള അനവധി ഓർഡറുകളാണ് മാർക്കിന് ജിൻസൺ കൊടുത്തിരുന്നത്. അടുത്ത ഒരാഴ്ച കൊണ്ട് മാർക്ക് ഫെല്ലർ 1,000,000 സ്പിരിറ്റ് കോയിനാണ് ഈ ഡീമൺ ബീസ്റ്റുകളെ കൊന്നൊടുക്കി സമ്പാദിച്ചത്. ഈ സമയത്ത് വീണ്ടും സഹീർ മാർക്കിനെ പിടികൂടി. മാർക്കുമായി അടുപ്പമുണ്ടാക്കാൻ സഹീറിന് ഭയങ്കര താല്പര്യം. അങ്ങനെ അവര് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് സഹീറിനോട് പറഞ്ഞു, ഞാനേ കുറെ പണം കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. മാർക്കിന് പണം വല്ല അത്യാവശ്യമുണ്ടോ? എനിക്കൊരു 4-5 ബില്യൺ സ്പിരിറ്റ് കോയിൻ എങ്കിലും വേണം. മാർക്ക്, 4-5 ബില്യൺ സ്പിരിറ്റ് കോയിൻ ഒന്നും എൻ്റെ ഇല്ല, വേണമെങ്കിൽ ഞാൻ 1 മില്യൺ സ്പിരിറ്റ് കോയിൻ മാർക്കിന് കടം തരാം. 1 മില്യനേ ഉള്ളോ? മാർക്ക് അതൊരു ചെറിയ സംഭവം എന്ന ശൈലിയിൽ ചോദിച്ചതും സഹീർ പറഞ്ഞു, നോക്ക് മാർക്ക്, ഞാനേ ഈ 1 മില്യൺ തന്നെ സംഘടിപ്പിക്കുന്നത് പൈസ ബുദ്ധിമുട്ടി കാണും. എന്തായാലും അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ 1 മില്യൺ സ്പിരിറ്റ് കോയിൻ മാർക്കിന് കടമായി കൊടുത്തു. മാർക്കിന്റെ കാർഡിലേക്ക് ആ സ്പിരിറ്റ് കോയിൻ ലോഡ് ചെയ്ത് കഴിഞ്ഞതും ഇപ്പോ മാർക്കിന്റെ ആ കാർഡിനകത്ത് 2 മില്യണിലധികം സ്പിരിറ്റ് കോയിൻ ഉണ്ട്. ശരിക്കും നല്ലൊരു ശേഖരം മാർക്കിന്റെ ആ കാർഡിലായെന്നർത്ഥം. മാർക്ക് സഹീറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കിനെ അന്വേഷിച്ച് ഒരാൾ അവിടെ എത്തിയത്. പക്ഷെ മാർക്ക്, നിങ്ങളെ ലീഡർ വിളിക്കുന്നു. മാർക്ക് പുറത്തിറങ്ങി ലീഡറുടെ മുറിയിലേക്ക് ആ ആളിനോടൊപ്പം നടക്കുമ്പോൾ ഗെവിൻ മാർക്കിന്റെ അടുത്തെത്തി. മാർക്ക്, നീ ഇവിടെ പോകുന്നു? എന്നെ ലീഡർ വിളിച്ചു, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ പുറത്തേക്ക്. മാർക്ക് ഗെവിനോട് യാത്ര പറഞ്ഞിട്ട് ലീഡറുടെ മുറിയിലെത്തി. മാർക്ക് ഇത് 2ാമത്തെ തവണയാണ് ലീഡറെ കാണുന്നത്. ഹേയ് മാർക്ക്, ബാബാ ഇരിക്ക്. മാർക്ക് ലീഡറുടെ മുന്നിലേക്ക് അസലിരുന്നതും ലീഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഒരുപാട് ഡീമൺ ബേസ്റ്റുകളെ കൊല്ലുകയും ധാരാളം സ്പിരിറ്റ് കോയിൻ സമ്പാദിക്കുകയും ചെയ്തു എന്ന് ഞാനും അറിഞ്ഞു. എന്തായാലും നല്ല കാര്യമാണ് കേട്ടോ. മാർക്ക്, നീ എന്നെ ഒന്ന് സഹായിക്കണം. ലീഡർ, ഞാൻ എന്ത് സഹായമാണ് അങ്ങേക്ക് നൽകേണ്ടത്? മാർക്ക്, നീ ഗെവിനൊപ്പം ഒരു സ്ഥലം വരെ പോകണം. ലീഡർ, ഞാൻ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്? അതിവിടെ അടുത്തൊരു സ്ഥലത്ത് തന്നെ, ഗൂസ് സിറ്റി എന്ന് പറയും. നമ്മുടെ സമീപത്തുള്ള സിറ്റിയാണ് ഗൂസ് സിറ്റി. നമ്മൾ പല പർച്ചേസിനും അവിടെ പോകുന്നത്. നീ അവിടെ പോയിട്ട് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, നമ്മുടെ ഹണ്ടേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ലീഡർ 4,00,000 സ്പിരിറ്റ് കോയിൻ ലോഡ് ചെയ്ത ഒരു കാർഡ് മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അയാൾ മാർക്കിനോട് പറഞ്ഞു, നീ മിസ്റ്റർ ഗെവിനുമായി ചർച്ച ചെയ്തിട്ട് ഇന്ന് തന്നെ ഗൂസ് സിറ്റിയിലേക്ക് തിരിച്ചോളൂ, നമുക്ക് അടിയന്തരമായി വാങ്ങേണ്ട കാര്യങ്ങളാണ് ഞാൻ ലിസ്റ്റാക്കി തരുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ ഒരു ലിസ്റ്റ് കൂടി മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്തു. മാർക്ക് ആ ലിസ്റ്റും കാർഡുമായി ഗെവിന്റെ അടുത്തെത്തി. കമാൻഡർ ഗെവിൻ, ലീഡർ എന്നെ ഒരു പർച്ചേസ് പരിപാടി ഏൽപ്പിച്ചിരിക്കുകയാണ്. മാർക്ക്, നിന്നെ പർച്ചേസ് ചെയ്യാൻ ഏൽപ്പിച്ചെന്നു? അതെന്തായാലും കൊള്ളാം. കമാൻഡറെ കൂടി കൂടെ കൂട്ടാനാണ് ലീഡർ എന്നോട് പറഞ്ഞത്. മാർക്ക്, അത് പിന്നെ അങ്ങനെയല്ലേ സംഭവിക്കൂ. നമ്മൾ ഒരു ടീമാണെന്ന് ലീഡർക്ക് അറിയാവുന്ന കാര്യമല്ലേ. നമ്മൾ ഇന്ന് തന്നെ സാധനം വാങ്ങാൻ പോകണമെന്നാണ് ലീഡർ എന്നോട് പറഞ്ഞത്.
മാർക്ക് എന്ന സമയം കളയണ്ട, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആ കാർഡുകളുമായി നേരെ ഗൂസ് സിറ്റിയിലേക്ക് തിരിച്ചു. ഗൂസ് സിറ്റിയിലേക്ക് അവർ രണ്ടുപേരും നടന്നാണ് പോകുന്നത്. അവിടെ നിന്ന് അവർക്ക് യാത്ര ചെയ്യാൻ വേറെ സംവിധാനങ്ങളില്ല എന്നാണ് സത്യം. ഗെവിനും മാർക്ക് ഫെല്ലറും കൂടി ഗൂസ് സിറ്റിയിലേക്ക് അങ്ങ് നടക്കുകയാണ്. അവര് ഗൂസ് സിറ്റിയിലേക്ക് പോയി ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ലീഡറുടെ മുറിയിലേക്ക് ഇരച്ചു കയറി. ലീഡർ, ആരോ ഒരാള് എനിക്ക് പകരം ഇവിടെ എത്തിയെന്ന് കേട്ടല്ലോ. ഹേയ് ലങ്സ്, അതൊന്ന് ചോദ്യമാണ് നീ ചോദിക്കുന്നത്? നിനക്ക് പകരം ആരാ ഇവിടെ എത്തുക? ലീഡർ, നിങ്ങൾ എന്റെ മുന്നിൽ ഒന്ന് ഒളിക്കുന്നു വേണ്ട. ഞാനിവിടെ എത്തിയപ്പോ പലരും ആ കാര്യം പറഞ്ഞു. എനിക്കൊരു എതിരാളി ഇവിടെ എത്തിയെന്നാണല്ലോ ഞാൻ കേട്ടത്. ആരാ അയാൾ? അങ്ങനെ ലങ്സ് ലീഡറോട് ചോദിക്കപ്പോ അകത്തേക്ക് കയറി വന്ന ലങ്സിന്റെ ഗ്രൂപ്പിലെ ഒരാൾ ലങ്സിനോട് പറഞ്ഞു, മിസ്റ്റർ ലങ്സ്, അത് ഒരു മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറോ? അവൻ എവിടെ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ലങ്സ് അതിവേഗം നടന്ന് കൗണ്ടറിലെത്തിയതും അയാൾ ജിൻസനോട് ചോദിച്ചു, ജിൻസൺ, എവിടെ ആ മാർക്ക് ഫെല്ലർ? മിസ്റ്റർ ലങ്സ്, മാർക്ക് ഫെല്ലർ ഇവിടെ ഇല്ല. മാർക്ക് ഫെല്ലർ ഇവിടെ ഇല്ലെന്നോ? അതെ, മാർക്ക് ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ടൗണിലേക്ക് പോയിരിക്കുകയാണ്. ജിൻസൺ, അതെങ്ങനെ ശരിയാകുക? സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നീയോ അല്ലെങ്കിൽ സഹിറോ അല്ലേ പോകുന്നത്? പിന്നെ എന്തിനാ മാർക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പോയത്? മിസ്റ്റർ ലങ്സ്, അക്കാര്യം എനിക്കറിയത്തില്ല. ലീഡറാണ് മാർക്കിനെ സാധനം പർച്ചേസ് ചെയ്യാനായി അയച്ചത്. കൂടെ മിസ്റ്റർ ഗെവിനും ഉണ്ട്. അങ്ങനെ ജിൻസ് പറഞ്ഞതും ലങ്സ് എന്ന് വിളിക്കപ്പെട്ട ആള് വീണ്ടും ലീഡറുടെ അടുത്തെത്തി. ലീഡർ, നിങ്ങൾ ആ മാർക്ക് ഫെല്ലറെ മനഃപൂർവ്വം ദൂരത്തേക്ക് അയച്ചതാണല്ലേ? ജിൻ ലങ്സ്, അതെന്ത് ചോദ്യമാ ചോദിക്കുന്നത്? ഞാൻ എന്തിന് അത് ചെയ്യണം? എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരുപോലെയല്ലേ? അങ്ങനെ ലീഡർ പറഞ്ഞതും ജൻ ലങ്സ് എന്ന് വിളിക്കപ്പെട്ട ആ ആചാന ബാഹു ലീഡറോട് പറഞ്ഞു, ഓക്കെ, അവൻ എപ്പോ മടങ്ങി വരും? ലങ്സ്, അവൻ ചിലപ്പോൾ കുറെ ദിവസം പിടിക്കും മടങ്ങി വരാൻ. ഒരുപാട് സാധനങ്ങൾ പല സ്ഥലത്തുനിന്നായി കളക്ട് ചെയ്യാനാണ് ഞാൻ അവനെ വിട്ടത്. അവനൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ അവനെ തന്നെ ഈ പരിപാടി ഇതിനെ ഏൽപ്പിച്ചത്. ജിൻസനും സഹീറൊന്നും ആ ദൗത്യത്തിനെ പറ്റിയ ആളുകളല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവനെ ഗെവിനൊപ്പം അയച്ചത്. വളരെ വ്യക്തമായ ഒരു വിശദീകരണമാണ് ലീഡർ ആ ജിൻ ജെങ്സിന് കൊടുത്തത്. ലീഡർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ജെങ്സ് ലീഡറോട് പറഞ്ഞു, ഓക്കെ ലീഡർ, ഞാൻ നിങ്ങളോട് തർക്കിക്കുന്നില്ല. അവൻ എന്തായാലും മടങ്ങി വരുമല്ലോ. മടങ്ങി വരുമ്പോ ഞാൻ അവനെ കണ്ടോളാം. ഇനി അഥവാ അവൻ മടങ്ങി വന്നില്ലെങ്കിൽ അത് അപ്പോഴാവട്ടെ. ജങ്സിനെ പേടിച്ച് മാർക്ക് ഫെല്ലറെ അവിടെ നിന്ന് ലീഡർ മാറ്റിയതാണെന്ന് ഒരു തോന്നൽ ജെങ്സിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും ഗെവിനും കൂടി ഗൂസ് സിറ്റിയിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ലീഡർ മനഃപൂർവ്വം നിന്നെ എനിക്കൊപ്പം അയച്ചതാണ്. കമാൻഡർ ഗെവിൻ, അതെന്താ അങ്ങനെ പറയുന്നത്? ലീഡർ എനിക്ക് അനുകൂലമായിട്ട് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. മാർക്ക്, ലീഡറെ കുറിച്ചുള്ള നിന്റെ ധാരണയിൽ ചില തെറ്റുകളുണ്ട്. ലീഡർ ഒരു പക്ഷവും പിടിക്കുന്ന ആളല്ല. ലീഡർ ഈ ഹണ്ടർ ഓർഗനൈസേഷന്റെ നിയമങ്ങൾ അതിനനുസരിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ജിൻസിനോട് അന്ന് ലീഡർ തർക്കിച്ചതും ഇപ്പോ നിന്നെ ഇവിടുന്ന് മാറ്റുന്നതും. കമാൻഡർ, എന്നെ ലീഡർ മാറ്റിയെന്നു എനിക്കത് മനസ്സിലായില്ല. മാർക്ക്, നമ്മുടെ ഈ ഹണ്ടർ ഓർഗനൈസേഷനിലെ ഏറ്റവും ശക്തൻ ജിൻ ലങ്സ് ആണ്. അയാളാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ വേട്ടയാടിയിട്ടുള്ളത്. അയാൾക്ക് ഒപ്പം ഒരു ഹണ്ടർക്കും ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. അയാളുടെ റെക്കോർഡുകൾ പലതും നീ തകർക്കുമെന്ന് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഈ ലങ്സിനെ നമ്മുടെ ഈ ഹണ്ടർ ഓർഗനൈസേഷനകത്ത് കുറെ ഫാൻസ് ഉണ്ട്. അവന്മാർ ചിലപ്പോ സംസാരിക്കുന്നത് ലീഡർ കേട്ട് കാണും. ലങ്സ് സാധാരണഗതിയിൽ ഇന്ന് എത്തേണ്ടതാണ്. ലങ്സ് ഇവിടെ വരുമ്പോ ലങ്സിന്റെ ചെവിയിൽ നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ ഫാൻസ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ വന്നാൽ ലങ്സ് നിന്നെ തേടി വരും. അത് ഒഴിവാക്കാനാകും ലീഡർ തൽക്കാലം നിന്നെ അവിടുന്ന് മാറ്റിയത്. കമാൻഡർ ഗെവിൻ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ നടത്തിയ ഒരു പഠനമുണ്ട്. ആ പഠനമാണ് ഇപ്പൊ അയാൾ മാർക്കുമായി പങ്കുവച്ചത്. ശരിക്കും വിശദമായ ഒരു അനാലിസിസ് തന്നെ ഗെവിൻ നടത്തിയെന്ന് പറയാം. ഗെവിൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും മാർക്ക് ഗെവിനോട് പറഞ്ഞു, കമാൻഡർ ഗെവിൻ, ശരിക്കും നിങ്ങൾ ഈ പറയുന്ന കേട്ടപ്പോ ആ ലങ്സിനെ ഒന്ന് കാണാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. മാർക്ക്, നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നീ ഇതുവരെ നേരിട്ട ആ വനത്തിലെ മിണ്ടപ്രാണികളൊന്നും അല്ല ഈ ലങ്സ്. അയാള് അതിശക്തനാണ്. ശരിക്കും അയാൾ ഒരു ഓൾമൈറ്റി ലെവലിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഫൈറ്ററാണ്. ഓൾമൈറ്റി ലെവല് നിനക്കറിയാമല്ലോ, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ലെവലല്ല. കമാൻഡർ ഗെവിൻ പറഞ്ഞ വാക്കുകൾ കേട്ടതും മാർക്കിന് ആ ജിൻ ലങ്സിനെ കാണാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ്. മൈറ്റി ലെവലിൽ നിന്ന് ഓൾമൈറ്റി ലെവലിലേക്ക് കടന്നിരിക്കുന്ന ഒരാളുമായി ഫൈറ്റ് ചെയ്യാൻ മാർക്കിനൊരു ആഗ്രഹമുണ്ട്.
ഭൂമിയിൽ വെച്ച് ഓൾമൈറ്റി ലെവലിലെ മീശയുടെ ആ ഡിവൈൻ സെൻസുമായി മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് ഫൈറ്റ് ചെയ്തിരുന്നു. മാർക്ക് ഏകദേശം ഒരു 17 മിനിറ്റോളം മീശയുമായി പിടിച്ചു നിൽക്കുകയും ചെയ്തതാണ്. അത് മാത്രമാണ് ഓൾമൈറ്റി ലെവലിലുള്ള ആളിനോട് ഏറ്റുമുട്ടിയ മാർക്കിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾമൈറ്റി ലെവലിലുള്ള ഒരാള് നേതൃത്വം കൊടുക്കുന്ന ഒരു അന്വേഷണ സംഘം ക്ലൗഡ് സെക്ഷനിൽ നിന്ന് മാർക്കിനെ തിരക്കുന്ന കാര്യം മാർക്ക് ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു കടയിൽ വെച്ച് കേട്ടിരുന്നു. ആളുകൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ മാർക്ക് മനസ്സിലാക്കിയ കാര്യം അതാണ്. ആ 4 അംഗ സേനയിൽ ലീഡർ ഏകദേശം 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്നും അന്ന് ആ റെസ്റ്റോറന്റിൽ ഇരുന്ന് ആളുകൾ സംസാരിച്ച് മാർക്കിന് ഓർമ്മയുണ്ട്. അവനെ കുറിച്ച് പറഞ്ഞതും ഇപ്പോ ഈ ലങ്സിനെ കുറിച്ച് പറയുന്നതും ഏതാണ്ട് ഒരേ കഥയാണ്. രണ്ടുപേരും മൈറ്റി ലെവലിൽ നിന്ന് ഓൾമൈറ്റി ലെവലിലേക്ക് കടക്കുന്ന ആളുകളാണ്. ഒരു ഭാഗത്ത് ലങ്സും മറുഭാഗത്ത് ആ ക്ലൗഡ് സെക്ഷനിലെ ആ 4 അംഗ സേനയും മാർക്കിനെ വേട്ടയാടാൻ പോവുകയാണ്. രണ്ടിനും നേതൃത്വം വഹിക്കുന്ന ആളുകൾ ഓൾമൈറ്റി ലെവലിലേക്ക് കടന്നിരിക്കുന്ന ആളുകളുമാണ്. അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാർക്ക് കമാൻഡർ ഗെവിനുമായി സംസാരിച്ച് നടക്കുകയാണ്. അവർ 2 പകലും 2 രാത്രിയും നടന്നപ്പോഴാണ് ഗൂസ് സിറ്റിയിൽ എത്തിയത്. വാഹനം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ എത്തിയേനെ. ഗൂസ് സിറ്റിയിലേക്ക് മാർക്ക് ഫെല്ലർ ഗെവിനൊപ്പം കടക്കുമ്പോൾ മാർക്ക് ശരിക്കും അതിശയപ്പെട്ടു പോവുകയാണ്. ശരിക്കും സമ്പന്നമായ ഒരു നഗരത്തിന്റെ എല്ലാ ഭാവങ്ങളുമുള്ള ഒരു വലിയ സിറ്റിയിലേക്കാണ് മാർക്കും ഗെവിനും കൂടി കടന്നിരിക്കുന്നത്. മാർക്ക് ആദ്യത്തെ സ്ഥലത്ത് മൃഗങ്ങളുടെ പുറത്തു കയറി യാത്ര ചെയ്യുന്ന ആളുകളേക്ക് കണ്ടിട്ടുണ്ട്. ഇവിടെ മാർക്ക് മറ്റൊരു കാഴ്ച കൂടി കണ്ടു. മൃഗങ്ങൾ വലിച്ചുകൊണ്ടു പോകുന്ന വലിയ വലിയ വാഹനങ്ങൾ. നമ്മുടെ ഭൂമിയിൽ നമ്മൾ കാണുന്ന രഥങ്ങളുടെ ശൈലിയിലുള്ള വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ആ വാഹനങ്ങൾക്ക് വല്ലാത്ത വേഗതയും വല്ലാത്തൊരു കൺസ്ട്രക്ഷനുമാണുള്ളത്. അതിമനോഹരങ്ങളായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാറുകൾ പോലെയോ ട്രക്കുകൾ പോലെയോ ഉള്ള വാഹനങ്ങൾ ഒരുപാട് ഉണ്ട്. പക്ഷെ എല്ലാം വലിക്കുന്നത് മൃഗങ്ങളാണെന്ന് മാത്രം. ഒറ്റയ്ക്ക് ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്ന മൃഗങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. മാർക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുമ്പോൾ ആകാശത്തൂടെ 3-4 പക്ഷികൾ വളരെ താഴ്ന്നു പറക്കുന്ന ഒരു കാഴ്ച ഗെവിനും മാർക്കും കണ്ടു. വളരെ താഴ്ന്നു പറക്കുന്ന ആ പക്ഷികൾ ഇരിക്കുന്ന ആളുകൾ ഭൂമിയിലുള്ള ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടാണ് ആ പക്ഷിപ്പുറത്തിരിക്കുന്നത്. ആ പക്ഷിപ്പുറത്തിരിക്കുന്ന ആളുകളുടെ വേഷം മാർക്ക് കണ്ടു. ആ വേഷം മാർക്കിന് പരിചയമുള്ള വേഷമാണ്. ആ ഡ്രസ്സുകളിൽ ആ പേര് തെളിഞ്ഞു കാണുകയും ചെയ്യും. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ. 4 പക്ഷികളുടെ പുറത്തായി 4 ശക്തരായ ആളുകളാ താഴെ നിരീക്ഷിക്കുന്നത്. ഏറ്റവും മുന്നിലുള്ളതാണ് അവരുടെ ലീഡർ. അവനെ കണ്ടാൽ അറിയാം അവൻ അധികം പ്രായമൊന്നുമില്ല. മാർക്ക് ആ റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന ആളുകൾ സംസാരിച്ച വാക്കുകൾ ഇപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മാർക്കിനെ അന്വേഷിക്കുന്ന ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ 4 പക്ഷികളെയും അതിലിരിക്കുന്ന 4 ആളുകളെയും ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ ഡ്രസ്സോടുകൂടി കണ്ടപ്പോൾ മാർക്കിന് അക്കാര്യം ഉറപ്പായി. തന്നെ തിരക്കിയാണ് ആ 4 അംഗ സേന എത്തിയിരിക്കുന്നത്. പക്ഷെ മാർക്കിനെയും ഗെവിനെയും ആൾക്കൂട്ടത്തിടയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ശൈലിയിൽ ശരിക്കും ആളുള്ള ഭാഗത്താണ് ഇപ്പോൾ മാർക്കും അതുപോലെ ഗെവിനും ഉള്ളത്. മാർക്കും ഗെവിനും ആ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഗെവിനും മാർക്കും കേൾക്കുന്നുണ്ട്. അവര് സിറ്റി ലോഡിന്റെ വസതിക്ക് നേരെയാണല്ലോ പറക്കുന്നത്. ഈ ഹെവൻലി ക്ലൗഡുകാർ ഇപ്പൊ എന്തിനാ സിറ്റി ലോഡിനെ കാണാൻ വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ആളുകൾ സംസാരിക്കുമ്പോഴേക്കും ആ പക്ഷികൾ അങ്ങ് വിദൂരതയിൽ കാണുന്ന ഒരു പാലസിന് നേരെ പറക്കുന്നത് മാർക്കിന്റെ ദൃഷ്ടിപ്പെട്ടു. മാർക്ക് ആ പാലസിലേക്ക് നോക്കുന്ന കണ്ടതും ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് ഇവിടുത്തെ സിറ്റി ലോഡിന്റെ വസതിയാണ്. അവിടേക്കാണ് ഹെവൻലി ക്ലൗഡുകാർ പോകുന്നത്. ഗെവിൻ അങ്ങനെ വിശദീകരിച്ചതും മാർക്ക് ഗെവിനോട് ചോദിച്ചു, അല്ല, ഈ ഹെവൻലി ക്ലൗഡുകാർക്ക് ഈ ഗൂസ് സിറ്റിയിൽ എന്താ കാര്യം? ഹേയ് മാർക്ക്, ഇത് എന്ത് ചോദ്യമാ ചോദിക്കുന്നത്? ഈ സ്ഥലം ശരിക്കും ഹെവൻലി ക്ലൗഡിന്റെ അധീനതയിലുള്ള സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ സിറ്റി ലോഡ് ഹെവൻലി ക്ലൗഡുകാരുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഹെവൻലി ക്ലൗഡുകാർക്ക് എതിരായിട്ട് സിറ്റി ലോഡ് ഒന്നും ചെയ്യില്ല. അങ്ങനെ മാർക്ക് ഫെല്ലറോട് ഗെവിൻ പറഞ്ഞതും മാർക്ക് ഗെവിനോട് പറഞ്ഞു, ഏതാ നമ്മുടെ അടുത്ത പരിപാടി? മാർക്ക്, നമുക്ക് ലീഡർ പറഞ്ഞ ആ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും. എല്ലാ തരത്തിലുമുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. വസ്ത്രശാലകളും എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ഷോകൾ റൺ ചെയ്യുന്ന സ്ഥലങ്ങളും ഷോപ്പുകളും ഒക്കെ ഒരു നിരത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്. മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു തെരുവുണ്ട്. അവിടേക്ക് മാർക്കും ഗെവിനും കൂടി എത്തി. ഒരു വലിയ റോഡിന്റെ ഇരുഭാഗത്തും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ നിരന്നിരിക്കുന്നത് ദൂരെ നിന്നേ മാർക്കും ഗെവിനും കണ്ടു. ഗെവിൻ മാർക്കുമായി ആ കടകളിലെത്തി. ശരിക്കും ഉപയോഗപ്രദമായ അനവധി ആയുധങ്ങളുടെയും പടച്ചട്ടകളുടെയും മറ്റ് ആർട്ടിഫാക്റ്റുകളുടെയും വൻ ശേഖരമാണ്
അവിടെ ആ കടയിലുള്ളത്. ആ ആയുധങ്ങളിലേക്ക് നോക്കിയ കമാൻഡർ ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഇത് വാങ്ങിക്കാം. മാർക്ക് ഫെല്ലറും ഗെവിനും ചേർന്ന് ആ ആയുധങ്ങളൊക്കെ നോക്കി തുടങ്ങി. മാർക്കിന് ഉപയോഗപ്രദമായ ഒരു ആയുധവും അവിടെ മാർക്ക് കണ്ടില്ല. പടച്ചട്ടകളാണെങ്കിലും മാർക്കിന് വേണ്ട പടച്ചട്ടയൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം നോക്കി കഴിഞ്ഞപ്പോൾ മാർക്കിന് ഏതാണ്ട് ബോറടിച്ചു തുടങ്ങി. മാർക്ക് ഫെല്ലർക്ക് ബോറടിച്ചപ്പോ മാർക്ക് ഗെവിനോട് പറഞ്ഞു, കമാൻഡർ ഇതൊക്കെ നോക്ക്, ഞാൻ പുറത്തൊക്കെ നോക്കാം. മാർക്ക് അതിനുശേഷം ആ കടയിൽ നിന്ന് പുറത്തിറങ്ങി. മാർക്ക് പുറത്തിറങ്ങി ആൾക്കൂട്ടത്തിനിടയിൽ കൂടി നടക്കുന്ന സമയത്ത് നേരത്തെ ആകാശത്തുകൂടി കടന്നുപോയ ആ പക്ഷികൾ ആ നഗരത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്ന സിറ്റി ലോർഡിന്റെ വീടിന് മുന്നിൽ ഇറങ്ങിക്കഴിഞ്ഞു. ശരിക്കും അതൊരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലേക്ക് ആ 4 സംഘം കടന്നു വരുമ്പോൾ സിറ്റി ലോർഡ് ഓടി അവിടെ അടുത്തേക്ക് വന്നു. സിറ്റി ലോർഡ് അവരെ തൊഴുതു. ആ 4 സംഘത്തിന്റെ നേതാവ് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻസാണ്. ശരിക്കും അവൻ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. പക്ഷെ പ്രായം വളരെ കുറവാണെന്ന് മാത്രം. ശരിക്കും പൊക്കമുള്ള ഒത്ത തടിയുള്ള അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു അടിപൊളി മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന്. ആ 17 വയസ്സുള്ള ചെറുപ്പക്കാരനെ നോക്കി ആ സിറ്റി ലോർഡ് തൊഴുതപ്പോ സിറ്റി ലോർഡിനെ മൈൻഡ് പോലും ചെയ്യാതെ ആ ചെറുപ്പക്കാരൻ അകത്തേക്ക് അങ്ങനെ നടക്കുകയാണ്. ഒന്ന് ചമ്മിപ്പോയെങ്കിലും സിറ്റി ലോർഡ് അയാളുടെ പുറകെ അകത്തേക്ക് തിരിച്ചു. അവര് നടന്നെത്തിയത് ഒരു വലിയ ഹാളിലാണ്. ആ ഹാളിന്റെ ഒത്ത നടുക്കായി അതിമനോഹരമായ ഒരു സിംഹാസനം പോലെ ഒരു കസേരയുണ്ട്. നഗരപിതാവിനെ ആ വസതി വന്ന് കാണുന്ന ആളുകളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ആ കസേര ഇരുന്നിട്ടാണ്. ആ കസേരയിലേക്കാണ് ആ ചെറുപ്പക്കാരൻ നടന്നു വന്ന് ഇരുന്നത്. ആ സിറ്റിയുടെ തലവൻ സിറ്റി ലോർഡ് അതിനെ നോക്കി നിൽക്കുമ്പോഴേക്കും ആ സിംഹാസനത്തിൽ ഇരുന്നു കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ 2 കൈയും വിടർത്തി വെച്ചതിന് ശേഷം സിറ്റി ലോർഡിനെ ഒന്ന് നോക്കി. അത് കണ്ടതും സിറ്റി ലോർഡ് തൊഴുതുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മൈ ലോർഡ്, അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്താണ്? ഏയ്, ഞാൻ ഇവിടെ വന്നത് ഒരാളെ തിരക്കിയാണ്. ആളെ തിരക്കിയോ? അയ്യോ, ആരെ തിരക്കിയാണെങ്കിലും അങ്ങ് ഇതുവരെ വരേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ, അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഏകദേശം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആ സിറ്റി ലോർഡ് 17 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരനെ അങ്ങെന്നും മൈലോടെന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്യുമ്പോൾ ആ ചെറുപ്പക്കാരൻ തല ഉയർത്തിപ്പിടിച്ച് എല്ലാവരും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഉപദ്രവിച്ചിട്ട് ഒരാൾ ഈ സിറ്റിയിലേക്ക് കടന്നിട്ടുണ്ട്. ഈ സിറ്റിയിലേക്ക് കടന്നു എന്നോ? ആരായാൾ? അയാളുടെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. അങ്ങനെ ആ കസേരയിൽ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർക്ക് ഫെല്ലറും തോന്നുന്ന ഒരു ചിത്രം അയാളുടെ കൂടെയുള്ള ആളുകൾ സിറ്റി ലോർഡിനെ കൂടെയുള്ള ആളുകളേക്ക് കാണിച്ചു. മാർക്കിന്റെ ഒരു പടം വരച്ചുണ്ടാക്കിയിരിക്കുകയാണ്. കണ്ടാൽ മാർക്ക് തന്നെയാണെന്ന് 100% ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു പടം. അത് കണ്ടതും സിറ്റി ലോർഡ് അവരോട് ചോദിച്ചു, അല്ല, ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഹേയ്, ഞങ്ങളുടെ ക്ലൗഡ് സെക്ഷനെ അവനൊന്നും ചെയ്തില്ല. പക്ഷേ ക്ലൗഡ് സെക്ഷനിലെ ഒരു യോദ്ധാവിനെ അവൻ കൊലപ്പെടുത്തി, മറ്റൊരാളെ പരിക്കേൽപ്പിച്ചു, പിന്നെ നമ്മുടെ ഒരു പ്രൊട്ടക്ടറെ അവൻ കൊല്ലുകയും ചെയ്തു. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരുത്തനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അവനെ തിരക്കിയാണ് അവരെത്തിയിരിക്കുന്നത്. ഗൂ സിറ്റിയിലെങ്ങാനും അവൻ വന്നു എന്നറിയാനാണ് യഥാർത്ഥത്തിൽ ആ ക്ലൗഡ് സെക്ഷൻ ആളുകൾ അവിടെ എത്തിയിരിക്കുന്നത്. അവര് അങ്ങനെ സംസാരിക്കുമ്പോൾ ഗൂ സിറ്റി തന്നെയുള്ള മാർക്ക് ഫെല്ലർ അവിടെ ആ മാർക്കറ്റിൽ അങ്ങനെ നടക്കുമ്പോൾ ഒരു സ്ഥലം കണ്ടു. ദി ഗാംബ്ലിംഗ് സെന്റർ എന്ന് എഴുതിയിരിക്കുന്ന ആ സ്ഥലം കണ്ടപ്പോൾ മാർക്കിനൊരു കൗതുകം. ഈ സമയമായപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തതിനു ശേഷം കമാൻഡർ ഗെവിനും കൂടി മാർക്കിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഗെവിനെ കണ്ടതും മാർക്ക് ഗെവിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. ഹേയ് മാർക്ക്, ഇതിനകത്ത് വെറും ഗാംബ്ലിംഗ് ആണ്, ഗാംബ്ലിംഗ് സ്റ്റോൺ ആണ് ഇവിടെ ഉള്ളത്. വാ, എന്തായാലും നീ കാണണമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് നോക്കാം. അവർ രണ്ടുപേരും കൂടി അകത്ത് കയറുമ്പോൾ മാർക്കിന് പരിചയമുള്ള കുറെ സീനുകൾ അവിടെ കാണുന്നത്. വലിയ വലിയ പാറകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ചെറിയ പാറകളും ഉണ്ട്, പല രൂപത്തിലും ആകൃതിയുള്ള പാറകളും ഉണ്ട്. ആ പാറകൾ നമുക്ക് വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നടത്തിപ്പുകാരോട് അത് പൊട്ടിക്കാൻ ആവശ്യപ്പെടാം. പൊട്ടിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ലോട്ടറി അടിച്ചതാണ്. പലപ്പോഴും പല സാധനങ്ങൾക്കകത്ത് ഒന്നും കാണില്ല. കണ്ടാൽ ഭംഗിയുണ്ടെന്ന് തോന്നുന്ന പല പാറകളും അങ്ങനെ പലരും വാങ്ങിക്കുകയും പൊട്ടിക്കുകയും ചെയ്യുന്നത് മാർക്കും ഗെവിനും അല്പനേരം അവിടെ കറങ്ങിയപ്പോൾ കാണുകയും ചെയ്തു. ആളുകളുടെ പണം പോകുന്നു എന്നല്ലാതെ ആർക്കും ഒന്നും കൊണ്ട് കിട്ടുന്നില്ല. അത് കൗതുകപൂർവ്വം നോക്കി നിന്ന മാർക്ക് ഗെവിനോട് പറഞ്ഞു, ഞാന് ഒന്ന് കളിച്ചാലോ? മാർക്ക്, വെറുതെ കയ്യിലിരിക്കുന്ന പണം കളയണ്ട. മാർക്കിന്റെ കയ്യിൽ ഇപ്പൊ ഒത്തിരി പണമുണ്ട്. ആ ഗ്രീൻ ഫോറസ്റ്റിനകത്ത് കയറി സകല ഡീമൺ ബീസ്റ്റുകളെ കൊന്നൊടുക്കിയത് കൊണ്ട് കുറച്ച് പണം മാർക്ക് സമ്പാദിച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 മില്യൺ സ്പിരിറ്റ് കോയിൻ ആ സഹീർ മാർക്കിന് കടം കൊടുത്തിരിക്കുകയാണ്. മാർക്കിന്റെ കയ്യിൽ ഏകദേശം 2 മില്യൺ സ്പിരിറ്റ് കോയിൻ ഉണ്ടെന്ന് അർത്ഥം. അത്രയും പണം ഉള്ളത് കൊണ്ടായിരിക്കും മാർക്ക് ഗാംബ്ലിംഗ് നടത്തുന്നത്. ഗെവിന് അതറിയാവുന്നതുകൊണ്ടാണ് ഗെവിൻ മാർക്കിനൊന്ന് തടഞ്ഞത്. മാർക്ക് ഗെവിനോട് പറഞ്ഞു, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ
അവിടെയുള്ള ആ കല്ലുകളിലേക്ക് നോക്കി. ആയിരക്കണക്കിന് കല്ലുകൾ അവിടെ ഉണ്ട്. വളരെ വിശാലമായ ഒരു സ്ഥലത്തേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. മാർക്കിന്റെ ആ ഡിവൈൻ കണ്ണ് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ മാർക്കിന്റെ കണ്ണുകൾ ഒരു കല്ലിൽ പതിഞ്ഞു. ആ കല്ല് സൂക്ഷ്മമായി നോക്കിയ മാർക്കിന് മനസ്സിലായി അതിനകത്തൊന്നുമില്ല. മാർക്കിന്റെ കണ്ണ് പതുക്കെ പതുക്കെ ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ഇങ്ങനെ പോവുകയാണ്. മാർക്ക് അങ്ങനെ വന്നിട്ട് ഒരു കല്ല് കണ്ടപ്പോൾ ആ നടത്തിപ്പുകാരനോട് ചോദിച്ചു, ഇതിന്റെ വില എന്താണ്? ഇതിന്റെ വില 30,000 സ്പിരിറ്റ് കോയിൻ ആണ്. ശരി, ഞാനത് വാങ്ങിക്കുകയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ നടത്തിപ്പുകാരൻ സന്തോഷത്തോടെ ആ കല്ലെടുത്ത് ഒരു ടേബിളിന്റെ മുകളിൽ കൊണ്ടുവച്ചു. ആ ടേബിളിന്റെ മുകളിൽ വെച്ചാണ് കല്ലുകളൊക്കെ പൊളിക്കുക. മാർക്ക് ഫെല്ലർ ആ കല്ലടിപ്പിച്ച് ടേബിളിന്റെ മുകളിൽ വെച്ചതും ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വെറുതെ 30,000 കളയണ്ടായിരുന്നു. ഗെവിൻ വന്ന നിമിഷം മുതൽ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതുപോലെ കല്ല് സെലക്ട് ചെയ്തെങ്കിലും ആർക്കും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മാർക്കിനും ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇതിനിടയിൽ ആ നടത്തിപ്പുകാരുടെ സഹായികളായ ആളുകൾ ആ കല്ല് കട്ട് ചെയ്തു. അവർക്ക് ആ കല്ല് കട്ട് ചെയ്യാനുള്ള ഒരു രീതിയൊക്കെ അറിയാം. ആ കല്ല് കട്ട് ചെയ്തതും അതിനകത്ത് ശരിക്കും തിളക്കമുള്ള ഒരു രത്നം ഇരിക്കുന്നത് സകലരുടെയും ശ്രദ്ധയപ്പെട്ടു. അതിന്റെ തിളക്കം ആ എൻ്റെ ഹാളിൽ ഒന്ന് വ്യാപിച്ചത് കൊണ്ട് സകലരും ആ രത്നത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. അത് കണ്ടതും അവരുടെ മാനേജറും തോന്നുന്ന ഒരാള് മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ഹേയ് ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുകയാണല്ലോ, നിങ്ങൾ ഈ രത്നം വിൽക്കുന്നോ? ആ, ഞാൻ വിൽക്കുകയാണ്. എന്താ വില? മാർക്ക് അങ്ങനെ ചോദിച്ചതും അയാൾ പറഞ്ഞു, ഇതിന് ഞാൻ ഒരു 2 ലക്ഷം സ്പിരിറ്റ് കോയിൻ തരാം. 30,000 സ്പിരിറ്റ് കോയിൻ മുടക്കി മാർക്ക് വാങ്ങിച്ച ആ കല്ലിൽ നിന്ന് കിട്ടിയ രത്നം മാർക്ക് അങ്ങനെ 2 ലക്ഷം സ്പിരിറ്റ് കോയിന് വിറ്റു. മാർക്ക് അടുത്ത കല്ല് അല്പം കഴിഞ്ഞ് പിടിപ്പിച്ചു. അതിൽ നിന്നും മാർക്കിന് പണം കിട്ടി. മാർക്ക് എടുക്കുന്ന എല്ലാ കല്ലിനകത്തും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണും. ഏകദേശം 50ഓളം കല്ല് മാർക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ മാർക്കിന് 5 മില്യണോളം സ്പിരിറ്റ് കോയിൻ ആ കടയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഈ സമയമായപ്പോൾ ഈ ഗാംബ്ലിംഗ് സെന്ററിനെ മോണിറ്റർ ചെയ്യുന്ന CCTV ക്യാമറകളുടെ വിഷ്വൽ പരിശോധിക്കുന്ന ഒരാള് താഴേക്ക് ഇറങ്ങി വന്നു. അയാള് ആ കടയുടെ ഓണറാണ്. ആ ഹാളിലേക്ക് ഇറങ്ങിയ അയാൾ അല്പം ദൂരെ മാറി മാർക്ക് ഫെല്ലറെ തന്നെ അങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുമ്പോൾ മാർക്ക് ഒരു കല്ല് കൂടി ചൂണ്ടിക്കാണിച്ചു. ആ കല്ല് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് ശരിക്കും ഒരു പെട്ടിയായിരിക്കുന്നത്. ആ പെട്ടി ഉടൻ തന്നെ തുറന്നു. ആ പെട്ടിക്കകത്ത് വളരെ നേർത്ത സ്വർണ്ണ നൂല് കൊണ്ട് നെയ്ത ഒരു വസ്ത്രം ഇരിക്കുന്നത് വ്യക്തമായി കാണാം. ആ കട്ട് ചെയ്ത ആള് ആ വസ്ത്രം ഇങ്ങനെ പൊക്കി കാണിച്ചു. നമ്മുടെ ബോഡിയിൽ അണിയാൻ പറ്റുന്ന ശൈലിയിലുള്ള ഒരു ഡ്രസ്സാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഒരു ഗൗൺ പോലുള്ള സാധനം, വളരെ നേർത്ത ഗൗണാണ്. സ്വർണ്ണ നൂല് കൊണ്ടാണ് ആ ഗൗൺ തച്ചിരിക്കുന്നത്. ആ സ്വർണ്ണ ഡ്രസ്സിനെ ആ പെട്ടിക്കകത്ത് വെച്ച് ആരോ എവിടെയോ കുഴിച്ചിട്ടിരുന്നു. എങ്ങനെയോ ആ കുഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് ആ കല്ലുകൾ രൂപം കൊള്ളുകയും അവസാനം അത് പാറയ്ക്കുള്ളിൽ ആകുകയും ചെയ്തതാണ്. മാർക്ക് കൗതുകത്തോടെ ആ വസ്ത്രത്തെ നോക്കുന്ന കണ്ടതും ആ പെട്ടി പൊളിച്ച ആള് മാർക്കിനോട് പറഞ്ഞു, ഇത് ഒരു ഡിവൈൻ ഡ്രസ്സാണ്. ഈ ഡിവൈൻ ഡ്രസ്സ് ശരിക്കും മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് പറ്റിയതാണ്. അവരുടെ പ്രൊമോഡിയൽ സ്പിരിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഡിവൈൻ ഡ്രസ്സ് സഹായിക്കും. മാർക്കിന്റെ ആ സ്പിരിച്വൽ എനർജി നഷ്ടമായ നിമിഷം മുതൽ മാർക്കിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ആ ഡ്രസ്സ് എന്ന് അത് കേട്ടതും മാർക്കിന് മനസ്സിലായി. മാർക്കിന്റെ ഫിസിക്കൽ ബോഡി ശരിക്കും ശക്തമാണ്. മാർക്കിന്റെ ബോഡിയെ ആർക്കും ആക്രമിച്ച് മാർക്കിനെ തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ മാർക്കിനെ തോൽപ്പിക്കാൻ മാർക്കിന്റെ ഡിവൈൻ സെൻസിനെ അല്ലെങ്കിൽ പ്രിമോഡിയൽ സ്പിരിറ്റിനെ ആക്രമിച്ചാൽ മതി. മാർക്കിന്റെ ആ നേസന്റ് സോള് വളരെ നേർത്ത അളവിൽ മാത്രമേ രൂപം കൊണ്ടിട്ടുള്ളൂ. അതിനെ ആക്രമിച്ചാൽ എളുപ്പം മാർക്കിനെ വീഴ്ത്താൻ പറ്റും. ഇപ്പൊ ഇതാ മാർക്ക് കേൾക്കുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം ഉണ്ടെന്നാണ്. മാർക്ക് കൗതുകപൂർവ്വം ആ തുണി കയ്യിൽ വാങ്ങിച്ചു. അത് കണ്ടുകൊണ്ട് മാർക്കിന്റെ അടുത്തേക്ക് വന്ന ആ ഗാംബ്ലിംഗ് സംവിധാനത്തിന്റെ ഉടമ മാർക്കിനോട് പറഞ്ഞു, ഹലോ സുഹൃത്തെ, നിങ്ങൾ ശരിക്കും നന്നായി കളിക്കുകയാണല്ലോ. നിങ്ങൾ കിട്ടിയ സാധനങ്ങളൊക്കെ വിറ്റതല്ലേ, ഇത് വിൽക്കുന്നോ? അങ്ങനെ മാർക്കിനോട് ചോദിച്ചതും മാർക്ക് അയാളോട് പറഞ്ഞു, ഏയ് ഇത് ഞാൻ വിൽക്കുന്നില്ല സുഹൃത്തെ, ഇതിന് ഞാൻ നല്ല വില തരാം. ഞാൻ 5 മില്യൺ സ്പിരിറ്റ് കോയിൻ തരാം ഈ ഡ്രസ്സിന് പകരമായി. 5 മില്യൺ സ്പിരിറ്റ് കോയിൻ ആണ് ആ ഡ്രസ്സിന് ആ ഗാംബ്ലിംഗ് ഉടമ വിലയിട്ടെന്ന് കേട്ടപ്പോൾ ഗെവിന്റെ വാ പൊളിഞ്ഞു പോവുകയാണ്. ഇതേ അമ്പരപ്പ് അവിടെ കൂടി നിൽക്കുന്ന പലർക്കും ഉണ്ട്. 5 മില്യൺ സ്പിരിറ്റ് കോയിൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഹ്യൂജ് എമൗണ്ട് ആണ്. പക്ഷെ മാർക്ക് ഉടൻ തന്നെ ആ ഗാംബ്ലിംഗ് ഉടമയോട് പറഞ്ഞു, ഏയ് അത് വേണ്ട, ഞാനിത് വെക്കുന്നില്ല. ഹലോ സുഹൃത്തെ, ഞാൻ വേണമെങ്കിൽ 10 മില്യൺ തരാം. പെട്ടെന്നാണ് അയാൾ ഡബിൾ ചെയ്തത്. അയാൾ അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ ഇനി 100 മില്യൺ സ്പിരിറ്റ് കോയിൻ തരാന്ന് പറഞ്ഞാലും ഞാനിത് വിൽക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ തുണി മാർക്കിന്റെ
നിലവറയിലേക്ക് മാറ്റി. മാർക്ക് ഒന്ന് കൈവീശിയതും ആ നിലവറയ്ക്കുള്ളിലേക്ക് ആ തുണി അപ്രത്യക്ഷമാവുകയാണ്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ മാർക്ക് ഗെവിനെയും കൊണ്ട് പുറത്തിറങ്ങി നേരത്തെ ആയുധങ്ങൾ വാങ്ങാൻ അവര് ശ്രമിച്ച കടയിലേക്ക് വന്നു. ആ കടയിലേക്ക് കയറുമ്പോൾ മാർക്ക് ഗെവിനോട് പറഞ്ഞു, കമാൻഡർ ഗെവിൻ, എന്റെ കയ്യിൽ 4 ലക്ഷം സ്പിരിറ്റ് കോയിൻ ആണ് ലീഡർ നൽകിയത്. ഞാനിതാ ഒരു 6 ലക്ഷം സ്പിരിറ്റ് കോയിൻ കൂടെ നൽകാം. നമ്മുടെ എല്ലാ ഹണ്ടേഴ്സിനും ഫ്രീ ആയിട്ട് എന്റെ വകയായി കുറച്ച് ആയുധങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. എന്തായാലും എനിക്ക് കുറെ പണം കളിച്ചു കിട്ടിയിരിക്കുകയാണ്. 1 മില്യൺ സ്പിരിറ്റ് കോയിൻ അവിടെ ആയുധവും പടച്ചട്ടയും വാങ്ങാനായി ഉപയോഗിക്കാനായി മാർക്ക് കൊടുത്തപ്പോൾ കമാൻഡർ ഗെവിന് വല്ലാത്തൊരു അമ്പരപ്പ് തോന്നുകയാണ്. കമാൻഡർ ഗെവിൻ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ആയുധങ്ങളും പടച്ചട്ടയും വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ മാർക്ക് കമാൻഡർ ഗെവിനോട് പറഞ്ഞു, കമാൻഡർ നിങ്ങൾ ഈ സാധനം വാങ്ങുക, ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സിറ്റിയുടെ പുറത്ത് എവിടെയെങ്കിലും നിൽക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ വേഗം പുറത്തു കടന്നു. മാർക്കിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയത് കൊണ്ടാണ് മാർക്ക് യഥാർത്ഥത്തിൽ ആ മാർക്കറ്റിൽ നിന്ന് പുറത്തു കടന്നത്. ഈ സമയത്ത് സിറ്റിയിലോട് ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോ സിറ്റിയിലെ പ്രധാന മാർക്കറ്റിൽ മാർക്ക് ഫെല്ലറെ പോലുള്ള ഒരാളെ കണ്ടു എന്നുള്ള വാർത്തകളാണ് അദ്ദേഹത്തെ തേടി വന്നത്. ആ വാർത്തകൾ അദ്ദേഹത്തെ അറിയിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളല്ല ഉള്ളത്, ഒരുപാട് പേർ. ആ ഗാംബ്ലിംഗ് സൈറ്റിൽ ഉണ്ടായിരുന്ന പലരും മാർക്ക് അവിടെ മണിക്കൂറോളം നിന്ന് കളിക്കുന്നതും പല കല്ലുകളും പൊട്ടിക്കുന്നത് കണ്ടവരാണ്. ആ കാഴ്ച കണ്ട് പുറത്തിറങ്ങിയ ആളുകളാണ് മാർക്കിന്റെ ഫോട്ടോ കാണുന്നത്. ആ ഫോട്ടോ കണ്ട നിമിഷത്തിൽ അവർ ആ വിവരം സിറ്റിലോഡിനെ വിളിച്ചറിയിച്ചതാണ്. സിറ്റിലോഡ് ഉടൻ തന്നെ ആ എൻ്റെ സിറ്റിയും പ്രതിരോധിക്കാനുള്ള ഓർഡർ കൊടുത്തു. ആ സിറ്റിയിലേക്ക് പോകാനും വരാനുമായി വാതിലുകളുണ്ട്. ശരിക്കും ഒരു പ്രൊട്ടക്റ്റഡ് കോട്ടയാണ് ആ സിറ്റി എന്ന് പറയാം. സിറ്റിലോഡിന്റെ ആജ്ഞ കിട്ടിയതും എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടു. ആ വാതിലുകൾക്ക് കാവലായി അനവധി ഗാർഡുകളും എത്തി. ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഗുവാൻ ആയുധങ്ങളും പടച്ചട്ടകളും മറ്റ് ആർട്ടിഫാക്ട്സുകളും ഒക്കെ വാങ്ങിച്ചിട്ട് അവന്റെ മാന്ത്രിക നിലവറിലേക്ക് മാറ്റുന്നത്. അവിടെ പണം കൊടുത്ത് ഗെവിൻ പുറത്തിറങ്ങുമ്പോൾ പുറത്ത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. സിറ്റി ലോഡിന്റെ ഒഫീഷ്യൽ സേന അവിടെയുള്ള ആളുകളെ മുഴുവൻ സ്കാൻ ചെയ്യുകയാണ്. എല്ലാ ആളുകളെയും ആ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോ ഗെവിനും കണ്ടു. മാർക്ക് ഫെല്ലറെ ഫോട്ടോ കാണിച്ചിട്ടാണ് അയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ആളുകൾ ചോദിക്കുന്നത്. ആ ഫോട്ടോ കണ്ടപ്പോൾ ഗെവിൻ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ ആ ഫോട്ടോ കാണിച്ച ആളോട് പറഞ്ഞു, ഇല്ല ഞാൻ കണ്ടില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഗെവിൻ ആ ഫോട്ടോ കാണിച്ച ആളോട് ചോദിച്ചു, ഇതാരാണ്? ഇവന്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. അല്ല, ഇവൻ എന്ത് കുഴപ്പമാണ് ഉണ്ടാക്കിയത്? ഇവൻ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ഒരു പ്രൊട്ടക്ടറെ കൊന്നു, അല്ലാതെ മറ്റൊരാളെയും കൊന്നു, വേറൊരാളെ പരിക്കേൽപ്പിച്ചു, അവിടുത്തെ എൽഡറെ അടിച്ച് തറയിടുകയും ചെയ്തു. ആള് ഭയങ്കര കുഴപ്പക്കാരനാണ്. ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് ആളുകൾ എത്തുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണെന്നുള്ള കാര്യം ഗെവിൻ അറിയാം. മാർക്ക് ഫെല്ലറും അതുപോലെ ഏതോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതാണെന്ന് ഗെവിൻ നേരത്തെ ഊഹിച്ചതുമാണ്. പക്ഷേ അയാളുടെ ആ ഊഹത്തിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് മാർക്ക് ഇതാ ചെയ്തിരിക്കുന്നത്. ഈ സദേൺ പ്രോവിൻസിലെ ഏറ്റവും ശക്തമായ സംവിധാനമാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകളെയാണ് മാർക്ക് ഫെല്ലർ അപകടപ്പെടുത്തിയത്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ മാർക്കിനെ ഹണ്ട് ചെയ്യാനായി ഇറങ്ങിയിരിക്കുകയാണ്. ഓടിച്ചിട്ട് വേട്ടയാടി കൊല്ലുക, അത് അവരുടെ ഒരു രീതിയാണ്. മാർക്ക് എവിടെ ഉണ്ടെങ്കിലും അവര് മാർക്കിനെ പിടികൂടും. അക്കാര്യം ഗെവിന് ഉറപ്പായതും ഗെവിൻ പതുക്കെ പുറത്തേക്ക് നടന്നു തുടങ്ങി. പുറത്തേക്ക് നടക്കുമ്പോൾ ഗെവിന്റെ ഹൃദയം വല്ലത് ഇടിക്കുന്നുണ്ട്. അയാൾ നടന്ന് സിറ്റി ഗേറ്റിന് സമീപം എത്തിയപ്പോൾ അവിടെ അനവധി ഗാർഡുകൾ നിൽക്കുകയാണ്. അയാളെ പുറത്തേക്ക് ഇറങ്ങിയ നിമിഷം മുതൽ അയാൾ മാർക്കിനെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെയൊന്നും മാർക്കില്ല. മാർക്കിനെ കാണാഞ്ഞ് അയാള് ആ ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ ആ ഗാർഡുകൾ ഗെവിനെ തടുത്തു. ഗെവിനെ ഒന്ന് നോക്കിയതിനു ശേഷം അവര് ഗെവിനെ വിടുകയും ചെയ്തു. ശരിക്കും അവര് നോക്കുന്നത് മാർക്ക് ഫെല്ലറുടെ മുഖവുമായി വരുന്ന ആൾക്ക് സാമ്യം ഉണ്ടോന്നാണ്. സാമ്യമില്ല എന്ന് മനസ്സിലായതും അവരങ്ങ് വിട്ടു. മാർക്കും ഗെവിനും ഒന്നിച്ച് ആ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ള കാര്യം ഗെവിനെ പരിശോധിച്ച ഗാർഡുകൾക്ക് അറിവുള്ള കാര്യമല്ല. ഗെവിൻ സിറ്റി ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി അല്പദൂരം നടന്നതും അയാളുടെ കയ്യിൽ ഒരാൾ പിടിച്ചു. അയാളെ ഒരു വശത്തേക്ക് വലിക്കായിരുന്നു. ഞെട്ടിപ്പോയ ഗെവിൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്. മാർക്കിനെ കണ്ടതും ഗെവിൻ അമ്പരപ്പെടാൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്താ സംഭവം? കമാൻഡർ ഗെവിൻ, അതൊക്കെ വലിയ കഥയാണ്, നമുക്ക് ഓൺ ദ വേയിൽ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് പ്രധാന റോഡിൽ നിന്ന് മാറി രണ്ടുപേരും ഊടുവഴികളിലൂടെ ഹണ്ടർ ഓർഗനൈസേഷൻ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ആ ഓർഗനൈസേഷനിലേക്ക് നടക്കുമ്പോൾ മാർക്ക് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഗെവിനോട് പറഞ്ഞു. ഭൂമിയിൽ വെച്ചുള്ള ആ റിക്രൂട്ട്മെന്റിനിടയിലുണ്ടായ കശപിശയും അതിനെ തുടർന്ന് ഹെവൻലി റീജിയനിൽ എത്തിയപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മാർക്ക് ഗെവിനെ ധരിപ്പിച്ചതും ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു, സാരമില്ല, നമുക്ക് ഹണ്ടർ ഓർഗനൈസേഷനിൽ പോവാം. കമാൻഡർ ഗെവിൻ, ഞാൻ ഹണ്ടർ ഓർഗനൈസേഷനിൽ വന്നാൽ അത് അവിടെ ഉള്ളവർക്ക് പ്രശ്നമാവില്ലേ? ഞാനത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. മാർക്ക്, നീ ഹണ്ടർ ഓർഗനൈസേഷനെ കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നത്?
ഹണ്ടർ ഓർഗനൈസേഷൻ നീ വിചാരിക്കും പോലെ അത്ര ചെറിയ സംഭവമൊന്നുമല്ല. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ വലിയ സംഭവമൊക്കെയാണ്. പക്ഷേ അവരൊരിക്കലും നമ്മളുമായി ഏറ്റുമുട്ടില്ല. ഹേയ് കമാൻഡർ, താങ്കൾ എന്തായി പറയുന്നത്? ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഈ സദൺ മേഖല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവരല്ലേ, അവർ നിങ്ങളോട് ഏറ്റുമുട്ടില്ലെന്നോ? അതെ മാർക്ക്, അതാണ് ശരി. ഹണ്ടർ ഓർഗനൈസേഷൻ നിലനിൽക്കേണ്ടത് ഒരുപാട് ആളുകളുടെ ആവശ്യമാണ്. നമ്മൾ ഈ കാണുന്ന ഗൂസ് സിറ്റി ആണെങ്കിലും സമീപത്തുള്ള എല്ലാ സിറ്റികളും നമ്മൾ കൊടുക്കുന്ന ബീസ്റ്റുകളുടെ ഇറച്ചി ഉപയോഗിച്ച് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണ ആളുകൾക്കും വിസിറ്റിന് വരുന്ന ആളുകൾക്കൊക്കെ മാംസാഹാരം കൂടിയേ തരും. അതിന്റെ സപ്ലൈ നമ്മൾ തന്നെയാണ്. ഹണ്ടർ ഓർഗനൈസേഷൻ രണ്ട് രീതിയിൽ ആളുകളെ സഹായിക്കുന്നുണ്ട്. ഒന്ന്, ഡീമൺ ബീസ്റ്റുകളെ കൊന്ന് ഇറച്ചി കൊടുക്കുന്നത് വഴി ഒരു സഹായം. രണ്ടാമത്തത്, ഡീമൺ ബീസ്റ്റുകൾ ശരിക്കും ആ വനത്തിനകത്ത് തന്നെ തളയ്ക്കപ്പെട്ട് കിടക്കുന്നത് സത്യത്തിൽ ഹണ്ടർ ഓർഗനൈസേഷന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അല്ലെങ്കിൽ അവർ എന്നേ നാട്ടിലോട്ടിറങ്ങി വൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്നേ. ഒരുപാട് വന്യമൃഗങ്ങൾ ആ ഗ്രീൻ ഫോറസ്റ്റിലുണ്ട്. അവയെങ്ങാനും നാട്ടിലിറങ്ങിയാൽ പിന്നെ നാട്ടിൽ സ്വൈര്യമായി ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഹണ്ടർ ഓർഗനൈസേഷനോട് സകല സർക്കാരുകൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും അല്ലാതെ ഉള്ള വൻ കുടുംബങ്ങൾക്കൊക്കെ വലിയ കാര്യമാണ്. അത്തരത്തിലുള്ള ഹണ്ടർ ഓർഗനൈസേഷനെ നേരിട്ട് എതിർക്കാൻ ഒരു കാരണവശാലും ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ശ്രമിക്കില്ല എന്ന് കമാൻഡർ ഗെവിൻ പറഞ്ഞപ്പോൾ മാർക്കിന് ഒരു വിശ്വാസമായി. അവർ രണ്ടുപേരും കൂടി 2 ദിവസം കഴിഞ്ഞപ്പോൾ നടന്ന് ഹണ്ടർ ഓർഗനൈസേഷനിലെത്തി. ഇതിനിടയിൽ അവിടെ സിറ്റി ലോഡിന്റെ വസതിയിലുണ്ടായിരുന്ന ആ കൊച്ചുപയ്യൻ ലിയാൻഡർ വളരെ ദേഷ്യത്തിൽ അലറുകയാണ്. മാർക്ക് ഫെല്ലർ ഗൂസ് സിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം അയാൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. ആ വിവരം അയാൾക്ക് കൊടുത്തത് ആ ഗാംബ്ലിംഗ് സെന്ററിന്റെ ഉടമയാണ്. ആ ഗാംബ്ലിംഗ് സെന്ററിന്റെ ഉടമ ആ വിവരം കൊടുത്താൽ എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാ വന്നത്. പക്ഷെ ദേഷ്യം വന്ന ലിയാൻഡർ എന്ന ആ ചെറുപ്പക്കാരൻ, ആ 17 വയസ്സുകാരൻ ഒറ്റയടിക്ക് ആ ഗാംബ്ലിംഗ് സെന്ററിന്റെ ഉടമയെ കൊല്ലുന്ന കാഴ്ചയാണ് ബാക്കിയുള്ള ആളുകൾ കണ്ടത്. ആ കാഴ്ച സിറ്റി ലോഡിനെയും കൂടെയുള്ളവരെയും ശരിക്കും ഭയപ്പെടുത്തി എന്ന് പറയാം. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ജീനിയസ് എന്നാണ് ഈ 17 വയസ്സുകാരൻ ലിയാൻഡർ അറിയപ്പെടുന്നത്. ആ ലിയാൻഡറെ ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ എന്തും ചെയ്യും. ഒരു തരത്തിലുള്ള ദാക്ഷിണ്യം ആരോടും കാണിക്കാത്ത വല്ലാത്തൊരു അഹംഭാവത്തിന്റെ ഉടമയാണ് ലിയാൻഡർ എന്ന ആ 17 വയസ്സുകാരൻ കൗമാരക്കാരൻ. ആ കൗമാരക്കാരൻ ആളുകളെ കൊല്ലുന്നത് ഒരു ഹരമായി എടുത്തിരിക്കുന്ന ആളാണ്. അവൻ ഇത് വല്ലാത്ത ദേഷ്യത്തിലാണ്. സിറ്റി ലോഡിന്റെ വസതിയിൽ ലിയാൻഡറും കൂട്ടരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ മാർക്കറ്റിൽ മാർക്ക് ഫെല്ലർ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത അയക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന്റെ ദേഷ്യമാണ് ലിയാൻഡർ ശരിക്കും ആ ഗാംബ്ലിംഗ് സെന്റർ ഉടമയോട് കാണിച്ചത്. അപ്പോഴാണ് മറ്റൊരു വാർത്ത അവരെ തേടി വന്നത്. മാർക്ക് ഫെല്ലർക്കൊപ്പം വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് മാർക്കറ്റിൽ നിന്ന് അവർ അറിഞ്ഞത്. ആ ആളെ പലരും തിരിച്ചറിഞ്ഞു. അത് മിസ്റ്റർ ഗെവിൻ ഗില്ലാണ്. ഗെവിൻ ഗിൽ ആ മാർക്കറ്റിലേക്ക് അറിയപ്പെടുന്നത് ഗുവാൻ എന്നാണ്. ഗുവാൻ കൂടെ ഹണ്ടർ ഓർഗനൈസേഷനിൽ നിന്ന് മാർക്കറ്റിൽ വരാറുള്ള ആളാണ്. അയാള് പലപ്പോഴും ഹണ്ടർ ഓർഗനൈസേഷന് വേണ്ടി പല സാധനങ്ങളും അവിടുന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. ഹണ്ടർ ഓർഗനൈസേഷന്റെ ഗെവിൻ ഗില്ലിനൊപ്പം മാർക്ക് ഫെല്ലർ ഉണ്ടായിരുന്നു എന്ന് കേട്ടതും സിറ്റിലോട് ലിയാൻഡറോട് പറഞ്ഞു, എങ്ലോഡ് ലിയാൻഡർ, ഇപ്പോ കാര്യം ഉറപ്പാണ്. ആ മാർക്ക് ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് മാർക്ക് ഫെല്ലർ മടങ്ങിയെന്ന് കേട്ടതും ലിയാൻഡർ ഒന്ന് ചിരിച്ചു. ഹോ, അപ്പോ മാർക്ക് എവിടെയുണ്ടെന്ന് ഇപ്പൊ കൃത്യമായി മനസ്സിലായി. ഇനി നമ്മുടെ നടപടികൾ എളുപ്പമാവുമല്ലോ. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴേക്കും സിറ്റിലോട് ലിയാൻഡറോട് പറഞ്ഞു, യുവർ ലോഡ്, ആ ഹണ്ടർ ഓർഗനൈസേഷനെ അത്ര ലളിതമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ആ കാര്യം മറന്നുപോകരുത്. എങ്ങനെ ആളുകളെ കൈകാര്യം ചെയ്യണമെന്ന് എന്നെ നീ പഠിപ്പിക്കുകയാണോ? ആ കൗമാരക്കാരനേക്കാൾ വളരെയേറെ പ്രായമുള്ള ആ സിറ്റി ലോഡിനോട് വല്ലാത്തൊരു അഹംഭാവത്തോടെ ലിയാൻഡർ അങ്ങനെ ചോദിക്കുമ്പോൾ ആ സിറ്റി ലോഡ് തല താഴ്ത്തി നിശബ്ദനായി നിൽക്കുകയാണ്. ഈ ഭാഗത്തെ കഥ അങ്ങനെ നടക്കുമ്പോൾ മാർക്കും ഗെവിൻ ഗെല്ലെന്ന ഗുവാനും കൂടി ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് അതിവേഗം മൂവ് ചെയ്യാണ്. 2 ദിവസം ഏകദേശം പൂർത്തിയാകാറായപ്പോഴാണ് അവര് ഹണ്ടർ ഓർഗനൈസേഷൻ എത്തിയത്. ഹണ്ടർ ഓർഗനൈസേഷനിൽ അവരെത്തിയതും ഗുവാൻ അവർ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. അനവധി പടച്ചട്ടകൾ, അനവധി ആർട്ടിഫാക്റ്റുകൾ, അതുപോലെ അനവധി ആയുധങ്ങൾ, വിവിധ ശൈലിയിലുള്ള ഒരുപാട് മാന്ത്രിക ഉപകരണങ്ങൾ കൂടി ആ ആർട്ടിഫാക്റ്റ് എന്ന രീതിയിൽ ഗുവാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്രയേറെ വിഭവങ്ങൾ കണ്ടതും ഹണ്ടേഴ്സ് ഗെവിൻ ഗില്ലിനോട് ചോദിച്ചു, അല്ല മിസ്റ്റർ ഗെവിൻ, ഇതെന്താ സംഭവം? സാധാരണ ഇത്രയും സാധനങ്ങളൊന്നും വാങ്ങാറില്ലല്ലോ. ഇതിൽ പകുതി കൂടുതലും മാർക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു നൽകിയതാണ്. മാർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങിച്ചു നൽകിയെന്നു? അതെ, ലീഡർ 4 ലക്ഷം സ്പിരിറ്റ് കോയിനാ നമുക്ക് നൽകിയത്. പക്ഷെ മാർക്ക് 6 ലക്ഷം സ്പിരിറ്റ് കോയിൻ കൂടി മുടക്കി. അങ്ങനെ 1 മില്യൺ സ്പിരിറ്റ് കോയിനാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത്. അവിടെയുള്ള ഹണ്ടേഴ്സിന്റെ സുരക്ഷിതത്വം കൂട്ടാൻ വേണ്ടി മാർക്ക്
ആധുനിക രീതിയിലുള്ള പടച്ചട്ടകളും ആയുധങ്ങളും അവർക്ക് വേണ്ടി വാങ്ങിച്ചു എന്നുള്ള വാർത്ത പെട്ടെന്ന് തന്നെ ആ ഹണ്ടർ ഓർഗനൈസേഷൻ അങ്ങ് പരന്നു. എല്ലാ സ്ഥലത്തേക്കും ആ വാർത്ത എത്തുമ്പോൾ സകലർക്കും മാർക്കിനോടുള്ള ഇഷ്ടം കൂടുകയാണ്. അവിടെ ഒരുപാട് പണം ഹണ്ട് ചെയ്ത് നേടിയ അനവധി ആളുകളുണ്ട്. അവരാരും ഇത്രയും സാധനങ്ങൾ ഒരിക്കൽ പോലും ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് അങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ ആ ന്യൂസ് പെട്ടെന്ന് പടരുകയാണ്. സ്വാഭാവികമായി ആ ന്യൂസ് കറങ്ങിത്തിരിഞ്ഞ് ലങ്സിന്റെ ചെവിയിലെത്തി. ലങ്സിന്റെ അടുത്തേക്ക് ഓടി വന്ന ചെറുപ്പക്കാരൻ ലങ്സിനോട് പറഞ്ഞു, ലോർഡ് ലങ്സ്, ആ മാർക്ക് എത്തിയിട്ടുണ്ട്. അവനിപ്പോ ആളുകളെ മുഴുവൻ കയ്യിലെടുത്തിരിക്കുകയാണ്. ആളുകളെ കയ്യിലെടുത്തുന്നു. അതെ, അവൻ ആളുകളെ കയ്യിലെടുത്തിരിക്കുകയാണ്. എങ്ങനെ കയ്യിലെടുത്തെന്നാ പറയുന്നത്? ലോർഡ് ലങ്സ് അവൻ ആളുകൾക്കൊക്കെ ഫ്രീ ആയിട്ട് ആയുധങ്ങളും പടച്ചട്ടകളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ്. കുറെ മാന്ത്രിക ഉപകരണങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ ഈ ഹണ്ടർ ഓർഗനൈസേഷനിൽ അങ്ങയുടെ പൊസിഷൻ പിടിച്ചെടുക്കും. അതിനകത്ത് ഒരു സംശയവുമില്ല. ഹണ്ടർ ഓർഗനൈസേഷനിലെ വിലപിടിപ്പുള്ള സ്റ്റാർ ഹണ്ടർ ആരെന്ന് ചോദിച്ചാൽ സകലരും ലങ്സിന്റെ പേരാ പറയുക. പക്ഷെ ഇപ്പോ ലങ്സിന്റെ പേരിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മാർക്ക് ഫെല്ലറുടെ പേരാണ്. ലങ്സിനെ വളഞ്ഞു നിൽക്കുന്ന അയാളുടെ അനുയായികൾ ആ കാര്യം ലങ്സിനെ ഓർമ്മിപ്പിച്ചതും ലങ്സ് അവരോട് പറഞ്ഞു, എനിക്ക് ഇപ്പൊ തന്നെ അവനെ കാണണം. ലങ്സിനൊപ്പമുള്ള ആളുകളും അതിവേഗം മാർക്ക് ഫെല്ലറുടെ മുറിയിലേക്ക് തിരിച്ചു. ഈ സമയത്ത് മാർക്ക് ഫെല്ലറുടെ മുറിയിൽ മാർക്കും ജിൻസനും ഗെവിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് സാക്ഷാൽ ലങ്സ് വരുന്നത്. ലങ്സ് ആ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ ആ മുറി പെട്ടെന്ന് ഇരുണ്ടു എന്ന് പറയാം. അത്രയും വലിപ്പമുണ്ട് ലങ്സിന്. വാതിലിനകത്ത് കയറി വാതിലിന്റെ തൊട്ടടുത്തായി ലങ്സ് നിന്നപ്പോൾ പ്രകാശം അങ്ങ് മങ്ങിയതാണ്. പെട്ടെന്ന് മാർക്കും ഗെവിനും ജിൻസനും തിരിഞ്ഞ് ആ വാതിൽക്കിലേക്ക് നോക്കുമ്പോൾ വാതിൽ മറഞ്ഞുകൊണ്ട് ലങ്സ് നിൽക്കുന്നതാണ് കണ്ടത്. ലങ്സിനെ കണ്ടതും ചാടി എണീറ്റ് ഗെവിനും അതുപോലെ ജിൻസനും ലങ്സിനെ വണങ്ങി. മാർക്കും കൈ ഉയർത്തി ലങ്സിനെ അഭിസംബോധന ചെയ്തു. മിസ്റ്റർ ലങ്സ്, വെൽക്കം ടു മൈ റൂം. ഏയ്, നീയാണോ മാർക്ക് ഫെല്ലർ? മിസ്റ്റർ ലങ്സ്, അതെന്ത് ചോദ്യമാ നിങ്ങൾ ചോദിക്കുന്നത്? എന്റെ മുറിയാണെന്ന് അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇതിനകത്തേക്ക് വന്നത്? ഏയ്, ധിക്കാരം പറയുന്നോ? ലങ്സ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും മാർക്ക് ലങ്സിനോട് പറഞ്ഞു, മിസ്റ്റർ ലങ്സ്, നിങ്ങൾ ശരിക്കും നല്ല ഹണ്ടർ ആണെന്നൊക്കെ ഇവിടെ ആളുകൾ പറയുന്നത് കേട്ടു. അങ്ങനെ കേട്ടപ്പോ നിങ്ങളെ കുറിച്ചൊരു നല്ല മതിപ്പൊക്കെ എനിക്ക് തോന്നിയതാണ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ മുറിയിലേക്ക് കയറി വന്നിട്ട് ഈ കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് എന്റെ ധാരണ തെറ്റിപ്പോയെന്നൊരു സംശയം. മാർക്കിന്റെ ആ വാക്കുകൾ ലങ്സിനെ ശരിക്കും അങ്ങ് ചൊടിപ്പിക്കുകയാണ്. ഏയ്, നീ ആരോടോ സംസാരിക്കുന്നറിയോ? ദേഷ്യത്തോടെ ലങ്സ് അങ്ങനെ ചോദിച്ചതും മാർക്കും എണീറ്റു. മാർക്ക് ലങ്സിനോട് പറഞ്ഞു, ഹേയ് മിസ്റ്റർ ലങ്സ്, നിങ്ങൾക്ക് എന്നോട് ഫൈറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ടല്ലേ? ആ ആഗ്രഹം നിറവേറ്റാനാണ് ഈ ഷോ എങ്കിൽ അത് ഇവിടെ വേണ്ട, പുറത്തു വെച്ച് മതി. മാർക്ക് അത് പറഞ്ഞതും ലങ്സ് മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, ഞാനേ ഗ്രീൻ റോക്കിനകത്തുണ്ടാവും. അത്രയും പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ആ ഹണ്ടർ ഓർഗനൈസേഷന്റെ ലീഡർ അവിടെ എത്തി. അയാള് ലങ്സിനെ തടുത്തു. ലങ്സ്, നിക്ക്, എന്താ ഇവിടെ പ്രശ്നം? നീ എന്തിനാ മാർക്കുമായി ഉടക്കുന്നത്? ലീഡർ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ഇത് ഞാനും മാർക്ക് തമ്മിലുള്ള വിഷയമാണ്. ഞങ്ങളൊന്ന് മാറ്റി വയ്ക്കുന്നതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെ ലങ്സ് പറഞ്ഞതും ലീഡർ ലങ്സിനോടായി പറഞ്ഞു, ലങ്സ്, നിങ്ങൾ തമ്മിലുള്ള മത്സരം ഇങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ഗ്രീൻ റോക്കിലേക്ക് കയറിയിട്ട് അവിടുത്തെ ഡീമനുകളെ വേട്ടയാണ്. ഒരു കോമ്പറ്റീഷൻ വെക്ക്. കൂടുതൽ ആരാണ് വേട്ടയാടുന്നത് അവർ വിജയിച്ചതായി നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പൊ പിന്നെ ആരാണ് നമ്പർ 1 എന്നൊരു ചോദ്യം പിന്നെ ആരും ചോദിക്കില്ലല്ലോ. അത് കേട്ടതും ലങ്സ് ലീഡറോട് പറഞ്ഞു, അതൊന്നും വേണ്ട. എന്റെ ഈ കൈക്കരുത്ത് അറിയേണ്ടത് ഡീമൺ ബീസ്റ്റുകളൊന്നുമല്ല, ഇവനാ ഈ മാർക്ക് ഫെല്ലർ. ഇവനിട്ട് ഞാനൊന്ന് പൊട്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ ആ ലങ്സ് പറഞ്ഞതും ലീഡർ ലങ്സിനോട് പറഞ്ഞു, മിസ്റ്റർ ലങ്സ്, ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വേണം. നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള വാക്കാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം, പക്ഷേ ആരും ആരെയും കൊല്ലരുത്. അങ്ങനെ ആ ലീഡർ തീർത്തു പറഞ്ഞതും ലങ്സ് കൂടുതലൊന്നും ശബ്ദിക്കാതെ അതിവേഗം ആ ഗ്രീൻ റോക്കിലേക്ക് നടന്നു. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് നടന്നു പോകുന്ന ആ ആചാരബാഹുവായ ലങ്സിനെ ഒന്ന് നോക്കിയിട്ട് ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അയാള് ശരിക്കും അപകടകാരിയാണ്. അത് കേട്ടോണ്ടുന്ന ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ നേരിടുന്ന ഈ ഡീമൺ ബീസ്റ്റുകളല്ല ലങ്സ്. ലങ്സ് ശരിക്കും ശക്തനാണ്. അയാൾ പീക്ക് ലെവൽ മൈറ്റി വാരിയറിൽ നിന്ന് ഓൾമൈറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ്. ശരിക്കും അയാൾ ഓൾമൈറ്റി കടന്നിട്ടുണ്ട്. അയാൾ ഓൾമൈറ്റിൽ ഏത് ലെവലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓൾമൈറ്റി ലെവലിലുള്ള ആളുകളുമായി മാർക്ക്
നേരിട്ട് ഇതുവരെയും ഫൈറ്റ് ചെയ്തിട്ടില്ല. മൈറ്റി ലെവലിൽ ഏർലി ലെവലും മിഡിൽ ലെവലും ലേറ്റ് ലെവലും ഒക്കെ ഉണ്ട്. ആ ലേറ്റ് ലെവലിൽ തന്നെ പീക്ക് ലെവലും ഉണ്ട്. ആ ലെവലിലൊക്കെയുള്ള ആളുകളുമായിട്ട് മാർക്ക് ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഓൾമൈറ്റി ലെവലിലുള്ള ഒരാളെ മാർക്ക് ഇതുവരെയും തൊട്ടിട്ടില്ല. ഓൾമൈറ്റി ലെവലുകാരനാണ് ഈ പറഞ്ഞ ലങ്സ് എങ്കിൽ സംഭവം ഗുരുതരമാകും. ആ കാര്യം മാർക്കിനും അറിയാം. പക്ഷെ മാർക്ക് ആ വിഷയം മുഖത്ത് കാണിക്കാതെ ജിൻസിനോടും ഗവിനോടായി പറഞ്ഞു, എന്തായാലും ഒരു ദിവസം ഈ ഏറ്റുമുട്ടൽ വേണ്ടി വരും, അത് ഇന്നാകുന്നത് എന്തായാലും നല്ലത് തന്നെ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് പുറത്തേക്ക് ഇറങ്ങിയതും ലീഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറഞ്ഞ വാക്ക് മറക്കരുത്. ഒരു കാരണവശാലും ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഇത് കടക്കരുത്. ലീഡർ അങ്ങനെ തീർത്തു പറഞ്ഞതും മാർക്ക് ഫെല്ലർ ലീഡറോട് യാത്ര പറഞ്ഞ് വനത്തിന് നേരെ നടന്നു തുടങ്ങി. മാർക്ക് ഫെല്ലർ വനത്തിന് നേരെ നടക്കുന്ന കണ്ടതും ഹണ്ടർ ഓർഗനൈസേഷൻ ആളുകൾ പരസ്പരം സംസാരിക്കുകയാണ്. ഈ ലങ്സ് എന്തിനാ മാർക്കിനോട് ഫൈറ്റ് ചെയ്യാൻ വനത്തിനകത്തേക്ക് തന്നെ പോകുന്നത്? മാർക്കിനെ ചതിച്ചു കൊല്ലാൻ അയാൾ വല്ല പരിപാടി ഇടുന്നുണ്ടോ? ഒരു ഹണ്ടർ ആ ചോദ്യം ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ആ ചോദ്യം എല്ലാവരുടെ ശ്രദ്ധയിലും പെടുകയാണ്. ആ ചോദ്യം ഓട്ടോമാറ്റിക് ആയിട്ട് ലീഡറുടെ ചെവിയിലും എത്തി. ലീഡർ ഉടൻ എല്ലാവരോടും പറഞ്ഞു, ഓക്കെ, അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കൂടി അങ്ങോട്ട് ചെല്ലാം. അവര് രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ലീഡറും ജിൻസനും ഗവിനും ഉൾപ്പെടെ സകല ആളുകളും പെട്ടെന്ന് തന്നെ ആ റോക്ക് ഫോറസ്റ്റിലേക്ക് തിരിച്ചു. ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് എല്ലാ അർത്ഥത്തിലും ഭയപ്പെടുത്തുന്ന ഒരു ഐഡന്റിറ്റിയാണ്. ഡീമനുകളെ കൊല്ലാൻ വേണ്ടി വേട്ടയ്ക്കിറങ്ങുന്ന ആ ഹണ്ടേഴ്സ് അല്ലാതെ ആരും സാധാരണഗതിയിൽ ആ വനത്തിനകത്തേക്ക് ഇറങ്ങാറില്ല. നല്ല പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളിൽ മുകൾ ഭാഗത്ത് വീഴുന്ന വെട്ടം താഴെ എത്താൻ തന്നെ ഒരുപാട് സമയമെടുക്കും. വളരെ നേരിയ അളവിൽ മാത്രം പ്രകാശം അകത്തേക്ക് വീഴുന്ന ആ വനത്തിൽ താഴ്ഭാഗവും ഒരുപാട് ചെടികൾ കൊണ്ട് നിബിഡമാണ്. വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി മാത്രമേ പരിചയമില്ലാത്ത ഒരാൾക്ക് ആ വനത്തിൽ കൂടി നടക്കാൻ പറ്റൂ. അവിടേക്കാണ് മാർക്ക് ഫെല്ലർ നടന്നു കയറുന്നത്. മാർക്ക് ആ വനത്തിനകത്തേക്ക് നടന്ന് കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ഒരു മലയുടെ മുന്നിലായി സാക്ഷാൽ ലങ്സ് അങ്ങനെ നിൽക്കുകയാണ്. ആർക്കും വലിയ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ഥലം ലങ്സ് തിരഞ്ഞെടുത്തതാണെന്ന് അയാളുടെ ആ നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. അത് കണ്ടപ്പോൾ മാർക്കിന് ഒരു സന്തോഷമായി. അവരുടെ ഏറ്റുമുട്ടൽ സാധാരണഗതിയിൽ മറ്റാരും കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത തലത്തിലേക്ക് ഉയരാൻ സർവ്വസാധ്യതയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ വൻതോതിലുള്ള നാശനഷ്ടം ആ പരിസരത്തുണ്ടാകും. എന്തായാലും ഒത്തിരി ഒഴിഞ്ഞൊരു പ്ലേസ് ഈ ലങ്സ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ സമതലത്തിലേക്ക് ഇറങ്ങി. 3 ഭാഗത്തും മലകളും ഒരു ഭാഗത്ത് വനവുമാണ്. മലകളിലും ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. പക്ഷെ താഴ്വാരത്തിൽ മരങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. മാർക്കും ഗവിനും കൂടി വേട്ടയാടാൻ പോകുന്നത് ആ താഴ്വരയിൽ കൂടി നടന്നാണ്. ആ താഴ്വര വെച്ച് ഫൈറ്റ് ചെയ്യാനാണ് ലങ്സിന്റെ തീരുമാനം. മാർക്ക് അവിടെ എത്തിയതും ലങ്സ് ഉറക്കമൊന്ന് ചിരിച്ചു. മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നീ ഇതുവരെ എനിക്ക് ഹണ്ടർ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന എന്റെ സ്വാധീനത്തെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ ശക്തനാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിനക്കാണ്. അങ്ങനെ പറഞ്ഞിട്ട് ലങ്സ് മുന്നോട്ടൊന്ന് കുതിക്കുകയാണ്. കൂടുതൽ സംഭാഷണങ്ങൾക്കൊന്നും ലങ്സിന് താല്പര്യമില്ല എന്ന് വിളിച്ചു പറയുന്ന ശൈലിയിൽ അയാൾ മുന്നോട്ട് കുതിച്ചതും മാർക്ക് ഫെല്ലർ അയാളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്കിനടുത്തേക്ക് ഓടിയെത്തിയ ലങ്സ് ചാടി ഉയർന്ന ഒരു ഇടി. അവിടെ ഹണ്ടർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ആ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കാർക്കും ഇനി ഒരു സംശയം തോന്നാൻ പാടില്ല ആരാണ് നമ്പർ 1 എന്ന്. ആ നമ്പർ 1 താനാണ് എന്ന് 100% ഉറപ്പിക്കുന്ന ശരിയിൽ മാർക്കിന്റെ മുന്നിലേക്ക് എത്തിയ ലങ്സ് ചാടി ഉയർന്ന് ഒരു ഇടി. മാർക്ക് ഫെല്ലറുടെ ബോഡിയിലേക്ക് ആ കൈ എങ്ങനെ പാഞ്ഞു വരുമ്പോൾ മാർക്ക് സ്വാഭാവികമായിട്ടും ശക്തമായി തന്നെ തിരിച്ചു പ്രതികരിച്ചു. മാർക്ക് നിന്ന സ്ഥലത്തുനിന്ന് അനങ്ങാതെ തന്റെ നേരെ പാഞ്ഞു വന്ന കൈയിലേക്ക് ആഞ്ഞൊരു ഇടി. ഈ സമയത്ത് ലങ്സ് വായുവിലും മാർക്ക് ഭൂമിയിലുമാണ്. ആകാശത്തൂടെ പറന്നിറങ്ങിക്കൊണ്ടാണ് ലങ്സ് മാർക്കിനെ ആഞ്ഞിടിച്ചത്. മാർക്കിന്റെയും ലങ്സിനെ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയതും അവിടെ തീപ്പൊരികൾ ചിതറി. വൻ ശബ്ദവും ഉണ്ടായി. ലങ്സ് ഏതാനും അടി പുറകോട്ട് മറിഞ്ഞ് ഒന്ന് ബാലൻസ് ആകുമ്പോൾ ലങ്സിന്റെ മുഖത്ത് ശരിക്കൊരു അമ്പരപ്പ് കാണാം. അയാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തനാണ് മാർക്ക് ഫെല്ലർ എന്ന് ഒരു ധാരണ ആ ഒരൊറ്റ ഇടിയത്തിന് അയക്കുണ്ടായി. ചിരിച്ചുകൊണ്ട് ലങ്സ് പെട്ടെന്ന് പിന്നെയും മുന്നോട്ട് കുതിക്കുകയാണ്. ഈ പ്രാവശ്യം അയാൾ ചാടി ഉയരാനൊന്നും ശ്രമിച്ചില്ല. മുന്നോട്ട് കുതിച്ച ലങ്സ് മാർക്കിനടുത്തേക്ക് ഓടിയെത്തിയതും ഇടത് കൈ കൊണ്ട് ഒരു ഒറ്റ പഞ്ച്. ആ പഞ്ച് മാർക്കിന് നേരെ ചെല്ലുമ്പോൾ തന്നെ അയാൾ വലത് കൈ കൊണ്ട് മാർക്കിനെ പഞ്ച് ചെയ്യാണ്. അവിടെ മുതൽ ഒരു അടിപൊളി ഫൈറ്റ് ആരംഭിച്ചു. മാർക്കും തിരിച്ച് പഞ്ച് ചെയ്തു. രണ്ടുപേരും കട്ടയ്ക്കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഒരു ഏർലി ലെവൽ ഓൾമൈറ്റിക്കാരന്റെ പവർ എന്താണെന്ന് മാർക്കിനെ ബോധ്യപ്പെടുത്തുന്ന ശൈലിയിലാണ് ഇത് ലങ്സ് മാർക്കിനെ പഞ്ച് ചെയ്യുന്നത്. ഒരു കയോട്ടിക് ബോഡിയുടെ ശക്തി എന്താണെന്ന് മാർക്ക് തിരിച്ചു കാണിച്ചു കൊടുക്കുകയാണ്. മാർക്കിന് സ്പിരിച്വൽ എനർജി ഇല്ലെങ്കിലും സർവശക്തമായ ബോഡിയുണ്ട്. ആ ബോഡിയുടെ പവറിലാണ് മാർക്ക് തിരിച്ചിടിക്കുന്നത്. അവർ തമ്മിലുള്ള ആ ഫൈറ്റ്
ഏകദേശം ഒരു 15-20 മിനിറ്റ് നീണ്ടത് കാണും. ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ മാർക്കിന്റെ അഡ്വാൻറ്റേജ് ഒന്ന് കുറഞ്ഞു. ഇപ്പോ ലങ്സിനെ ഇടിയേറ്റ് മാർക്ക് പുറകോട്ട് മാറുകയാണ്. മാർക്ക് എന്ന അതിശക്തനായ ആ യോദ്ധാവ് ലങ്സ് എന്ന ഹണ്ടർ ഓർഗനൈസേഷന്റെ നമ്പർ 1 ഫൈറ്റർക്ക് മുന്നിൽ പരാജയപ്പെടാൻ പോവുകയാണെന്ന് വിളിച്ചു പറയുന്ന ശൈലിയിലുള്ള ഒരു രംഗമാണ് ആളുകൾ കാണുന്നത്. മാർക്ക് പുറകോട്ട് മാറുമ്പോൾ മാർക്ക് ചെന്ന് ഇടിക്കുന്ന മരങ്ങളൊക്കെ തെറിച്ചു പോവുകയാണ്. ചില മരങ്ങളുടെ വേര് വരെ ഇളകി പോവുകയാണ്. അത്ര പവർഫുൾ ആയിട്ടാണ് മാർക്കിന്റെ പുറത്ത് ലങ്സിന്റെ ഇടി വീഴുന്നത്. മാർക്ക് സകല വിധത്തിൽ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ചില ഇടികളെങ്കിലും മാർക്കിനെ കിട്ടുന്നുണ്ട്. ഇടിയേറ്റ് പുറകോട്ട് നീങ്ങിയ മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. ബാറ്റിൽ വേർഡ് ഫോർമുല ലെവൽ 1 ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് അതിശക്തമായി തിരിച്ചു പഞ്ച് ചെയ്തു. പുറകോട്ട് തെറിച്ചു വന്ന മാർക്ക് പെട്ടെന്ന് പിടിച്ചു നിൽക്കുന്നത് ഈ ലങ്സിന്റെ ശ്രദ്ധയപ്പെട്ടു. ലങ്സ് ആ നിമിഷത്തിൽ ഒന്ന് അലറി. ശരിക്കും അയാളൊന്ന് അലറുമ്പോൾ ആ അലർച്ച ഉണ്ടാക്കുന്ന ശബ്ദം മാത്രമല്ല, അയാളുടെ ഇന്റേണൽ എനർജി കൂടി ആ വായുവിലൂടെ പുറത്തേക്ക് വരികയാണ്. അതൊരു വല്ലാത്ത കാറ്റ് സൃഷ്ടിച്ചു. ആ കാറ്റ് ശരിക്കും ഒരു കൊടുങ്കാറ്റ് പോലെ മാർക്കിനെതിരെ പാഞ്ഞു വരികയാണ്. ആ കൊടുങ്കാറ്റ് മാർക്കിനെ തൊടാതെ മാർക്കിന് ചുറ്റുമുള്ള മണ്ണില തൊടുന്നത്. മണ്ണും പാറയും പൊഴുതു വീണ മരങ്ങളും എല്ലാം കൂടി ഒരു വല്ലാത്ത സീന് ആ കാറ്റുണ്ടാക്കി. ശരിക്കും ഒരു വൻതോതിലുള്ള ചുള്ളിക്കൊടുങ്ങാറ്റ് എല്ലാ സാധനങ്ങളുമായി മുന്നോട്ട് കുതിക്കുന്ന അതേ ശൈലിയിൽ സകല സംവിധാനങ്ങളും മാർക്കിനെതിരെ പാഞ്ഞു വന്നതും മാർക്ക് ആ നിമിഷത്തിൽ ബാറ്റിൽ വേർഡ് ലെവൽ 2 ആക്ടിവേറ്റ് ചെയ്തു. ബാറ്റിൽ വേർഡ് ലെവൽ 2 ആക്ടിവേറ്റ് ചെയ്തതും മാർക്കിന്റെ പവർ ഒരിക്കൽ കൂടി വർദ്ധിക്കുകയാണ്. അതിശക്തമായ പവറിലേക്ക് മാർക്ക് കടന്നതും തനിക്കെതിരെ പാഞ്ഞെടുക്കുന്ന പാറയും മരത്തെയും മണ്ണിനെയൊക്കെ മാർക്ക് അതിശക്തമായി നേരിട്ട് തുടങ്ങി. മാർക്കിന്റെ പഞ്ചുകളേറ്റ് അവയൊക്കെ ചിരിച്ചെറിയുമ്പോൾ ഇവിടെ ലങ്സ് ഒരു സ്റ്റെപ്പ് കൂടി കടക്കുകയാണ്. അയാള് കൈയൊന്ന് ഉയർത്തിയതും അയാളുടെ കയ്യിലേക്ക് ശക്തമായ പ്രകാശം കേന്ദ്രീകരിക്കപ്പെട്ടു. 2 പ്രകാശ ബീമുകൾ ഇപ്പൊ അയാളുടെ കയ്യിലുണ്ട്. ആ പ്രകാശ ബീമുകൾ അയാൾ മാർക്കിന്റെ ഇരുഭാഗത്തേക്കുമായിട്ട് ഒന്ന് വർഷിച്ചതും മാർക്ക് ഇപ്പോ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കോണ്ടോറിന്റെ ഇടയിൽ പെട്ടതുപോലെ ആ പ്രകാശ ബീമുകൾ ഉപയോഗിച്ച് അയാൾ മാർക്കിനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വേർതിരിക്കുകയാണ്. മാർക്കിന് ചുറ്റും ശക്തമായ 2 പ്രകാശ മതിലുകൾ. മാർക്ക് ആ മതിലിനുള്ളിൽ താൻ അകപ്പെട്ടു എന്ന് മനസ്സിലായതും മാർക്കിന് ഒരു കാര്യം കൂടി മനസ്സിലായി. ഒരു പ്രഷർ അവിടെ കൂടിക്കൂടി വരികയാണ്. ശക്തമായ ബൗണ്ടറി സൃഷ്ടിച്ച ലങ്സ് ഇപ്പോ അയാളുടെ കൈ രണ്ടും ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു കാറ്റ് അല്ലെങ്കിൽ എനർജി പ്രവാഹം മാർക്കിന്റെ തലയ്ക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ആ 2 മതിലിന്റെ മുകളിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും മുകളിൽ നിന്ന് താഴേക്ക് വൻതോതിൽ പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. ആ പ്രഷർ മാർക്കിന്റെ ബോഡിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൻതോതിൽ കാറ്റ് താഴേക്ക് അടിക്കുകയാണ്. തൽഫലമായി തറയിലുള്ള മണ്ണൊക്കെ ചിതറി തെറിക്കുമ്പോൾ മാർക്ക് ശരിക്കും ഒന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. മാർക്കിന്റെ ഇടതുവശവും വലതുവശവും മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. മുൻഭാഗത്ത് സാക്ഷാൽ ലങ്സ് ഉണ്ട്. ലങ്സിന് നേരെയാണ് മാർക്കിന്റെ കുതിപ്പ്. മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ തന്നെ മാർക്ക് ഫെല്ലർ ബാറ്റിൽ വേർഡ് ഫോർമുല ലെവൽ 4 ആക്ടിവേറ്റ് ചെയ്തു. ലെവൽ 3ലേക്ക് കടക്കാതെ ലെവൽ 2 നിന്ന് ലെവൽ 4ലേക്ക് കടന്ന മാർക്ക് ചാടി ഉയർന്ന് ഒരൊറ്റ ഇടി, ഒരു മഹാമേരു പോലെ ആ 2 പ്രകാശ മതിലുകളുടെ ഒത്ത നടുക്കായി നിന്ന ലങ്സിനെയാണ് മാർക്ക് ആഞ്ഞിടിച്ചത്. മാർക്കിന്റെ ശക്തി ഒരുപാട് മടങ്ങുകൾ വർദ്ധിപ്പിച്ച ആ ലെവൽ 4ലെ ഇടി ലങ്സിന്റെ ബോഡി പതിച്ചതും കാണികൾ ശരിക്കും ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടു. ലങ്സ് മാർക്കിന്റെ തൊട്ടുമുന്നിൽ നിന്ന് അങ്ങ് പറക്കുകയാണ്. ഒരു പട്ടം പറക്കുന്ന പോലെ ആകാശത്തിലൂടെ പറന്ന ആ ലങ്സ് ആ പറക്കുന്നതിനിടയിൽ മുന്നിൽ കണ്ട മരങ്ങളെയൊക്കെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അയാളല്ല ഇടിച്ചു തെറിപ്പിക്കുന്നത്, അയാളുടെ ബോഡിയാണ് ഇടിച്ചു തെറിപ്പിക്കുന്നത്. ലങ്സ് ആ മരങ്ങൾക്കിടയിലൂടെ താഴെ വീണതും മാർക്ക് ഫെല്ലർ അയാളുടെ തൊട്ടടുത്തെത്തിയിരുന്നു. മാർക്ക് അയാളുടെ അടുത്തെത്തുമ്പോൾ അതൊരു കാഴ്ചയാണ്. ലങ്സിന്റെ വായിലൂടെയും മൂക്കിലൂടെയും എന്ന് വേണ്ട ദേഹത്തിന്റെ പല ഭാഗത്തു നിന്നും ചോര പൊട്ടി ഒലിക്കുകയാണ്. ലങ്സിന് എണീക്കാൻ പറ്റുന്നില്ല. ബാറ്റിൽ വേർഡ് ഫോർമുല ലെവൽ 4 ശരിക്കും ഒരു പീക്ക് ലെവൽ ഓൾമൈറ്റിയുടെ പവർ മാർക്കിന് ആ നിമിഷം നൽകിയെന്ന് വ്യക്തം. മാർക്ക് അതിവേഗം ലങ്സിന് നേരെ പാഞ്ഞു വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പരമാവധി 10 മിനിറ്റ് സമയത്തേക്ക് മാർക്കിന് ഈ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. മാർക്ക് ഏകദേശം 6 മിനിറ്റ് മുമ്പാണ് ലെവൽ 1 ആക്ടിവേറ്റ് ചെയ്തത്. അതിനുശേഷം ലെവൽ 2ഉം ലെവൽ 4ഉം ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പരമാവധി 3-4 മിനിറ്റ്. അത് കഴിഞ്ഞാൽ മാർക്കിന്റെ ആ ശക്തി മാർക്കിന് നഷ്ടമാകും. അതിനിടയിൽ ആ ലങ്സിനെ മാർക്കിനെ തോൽപ്പിക്കണം. ആ ഉദ്ദേശത്തോടുകൂടിയാണ് മാർക്ക് ഓടി ലങ്സിന് അടുത്തെത്തിയത്. ലങ്സ് എണീക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ അയാൾക്ക് പറ്റുന്നില്ല. ആ കാഴ്ച കണ്ടുകൊണ്ട് ഓടിയെത്തിയ മാർക്ക് കൈ ഒന്ന് മുറുക്കി അയാളുടെ നെറ്റിയിലേക്ക് ഒന്ന് കൊണ്ടുവന്നതും പെട്ടെന്ന്
പെട്ടെന്നാണ് അവിടെ ഒരു വെളുത്ത പ്രകാശം പ്രത്യക്ഷപ്പെട്ടത്. മാർക്കിന്റെ കൈയുടെ തൊട്ട് മുന്നിലായി ഒരു വെളുത്ത പ്രകാശം വന്നു. വെളുത്ത ഒരു ബാരിയർ അവിടെ ഉണ്ടായെന്ന് പറയാം. മാർക്കിന്റെ കൈക്ക് ആ പ്രകാശത്തെ കവർ ചെയ്യാൻ പറ്റുന്നില്ല. മാർക്ക് ഞെട്ടലൂടെ ഒന്ന് നോക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ സോഴ്സ് മാർക്ക് കണ്ടു. ഹണ്ടർ ഓർഗനൈസേഷന്റെ ലീഡറുടെ കയ്യിൽ വെളുത്ത നിറത്തിലുള്ള ഒരു നീളമുള്ള എല്ലിരിപ്പുണ്ട്. ആ എല്ലിൽ അയാൾ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആ എല്ലിൽ നിന്ന് പുറപ്പെടുന്ന വെളുത്ത പ്രകാശമാണ് മാർക്കിനും ലങ്സിനും ഇടയിൽ വന്നു പെട്ടിരിക്കുന്നത്. ലങ്സിനെ മാർക്കിന്റെ ആ ഇടിയിൽ നിന്ന് ആ വെളുത്ത പ്രകാശം തടഞ്ഞിരിക്കുകയാണ്. അത് മനസ്സിലായതും മാർക്ക് ഒരു നിമിഷം ശരിക്കും സ്തംഭിച്ചു പോവുകയാണ്. ആ വെളുത്ത പ്രകാശത്തിന്റെ ഉടമയായ ലീഡറെ ആക്രമിച്ചിട്ട് മാർക്കിനെ ലീഡറെ തോൽപ്പിച്ച് വീണ്ടും ലങ്സിനെ നേരിടാം. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഹണ്ടർ ഓർഗനൈസേഷനിലെ എല്ലാവരും മാർക്കിനെതിരാകും. 2, മാർക്ക് ആ ലീഡറെ ആക്രമിക്കുമ്പോൾ അയാളുടെ കയ്യിലുള്ള ആ വെളുത്ത എല്ല് ഏത് ശൈലിയിൽ പ്രതികരിക്കും? ഇപ്പോ ഈ വെളുത്ത പ്രകാശം പുറപ്പെടുവിക്കാൻ ആ ലീഡർക്ക് പറ്റിയെങ്കിൽ ലീഡർ ശരിക്കും കോൺഫിഡൻസിലാണെന്ന് അറിയാം. മാർക്ക് പെട്ടെന്ന് ലങ്സിന്റെ അടുത്ത് എണീറ്റു. ലങ്സിന്റെ അടുത്ത് എണീറ്റ മാർക്ക് ലങ്സിന്റെ അനുയായികൾ നോക്കി അവരോടായി പറഞ്ഞു, ഇപ്പോ കൊണ്ടുപോയി ആവശ്യത്തിന് മരുന്ന് കൊടുത്താൽ മിസ്റ്റർ ലങ്സിന് കുഴപ്പം വരില്ല. കേൾക്കേണ്ട താമസം അയാളുടെ അനുയായികൾ ഓടി ലങ്സിനടുത്തെത്തി ലങ്സിനെ ഒരു പരുവത്തിൽ അടുത്ത് പൊക്കിയെടുക്കുകയാണ്. ആചാരബാഹുവാണ് ലങ്സ്. ലങ്സിനെ പൊക്കിയെടുത്തുകൊണ്ട് ആളുകൾ പോകുമ്പോൾ മാർക്ക് അറിയാതെ അവിടെ ഇരുന്നു പോവുകയാണ്. ജിൻസനും സഹീറും ഗവിനും ഓടി മാർക്കിനടുത്തെത്തി. മാർക്കിന്റെ പുറത്തുകൂടി ചോര ഒലിക്കുന്നുണ്ട്. നേരത്തെ ലങ്സ് നടത്തിയ ആ നിരന്തരമായ അറ്റാക്കിൽ മാർക്കിന്റെ ബോഡി ശരിക്കും പൊട്ടിയിട്ടുണ്ട്. മാർക്കിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും ശക്തമായ ബോഡിയും തകർക്കാൻ കപ്പാസിറ്റി ലങ്സിന് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മാർക്ക് ആ ലെവൽ 1ഉം ലെവൽ 2ഉം തുടർന്ന് ലെവൽ 4ഉം ഒക്കെ ആക്ടിവേറ്റ് ചെയ്തത്. മാർക്കിന്റെ ബോഡി കൂടി ചോര ഒലിക്കുന്ന കണ്ടതും ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ, നമുക്ക് ഇപ്പൊ തന്നെ മരുന്ന് വെക്കണം. ലീഡർ മാർക്കിനെ നോക്കിയിട്ട് മറ്റൊന്നും പറയാതെ നേരെ ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് നടന്നു. ലീഡർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഒരാളെയും മറ്റൊരാളെ കൊല്ലാൻ സമ്മതിക്കില്ല എന്ന് ലീഡർ നേരത്തെ തന്നെ പറഞ്ഞതാണ്. മാർക്ക് ഫെല്ലറേയും കൊണ്ട് ജിൻസനും സഹീറും ഗവിനും മാർക്കിന്റെ മുറിയിലെത്തിയതിനു ശേഷം മാർക്കിനെ മരുന്ന് വെച്ചു തുടങ്ങി. ഈ സമയത്ത് മറുഭാഗത്ത് ഈ ലങ്സിനും അയാളുടെ കൂട്ടുകാർ മരുന്ന് വെച്ചു കൊടുക്കുകയാണ്. മാർക്കിനെ അപേക്ഷിച്ച് ഗുരുതരമായ പരിക്ക് ഏറ്റിരിക്കുന്ന ആർക്കെന്ന് ചോദിച്ചാൽ അത് ലങ്സിനാണ്. ലങ്സിനോടായി അയാളുടെ കൂടെയുള്ള ആൾ ചോദിച്ചു, മിസ്റ്റർ ലങ്സ്, നിങ്ങൾ ആ മാർക്കിനെ വെറുതെ വിടാൻ പോവുകയാണോ? ഏയ്, വെറുതെ വിടാനോ? ഞാനോ? ആദ്യം എന്റെ ഈ ബോഡി ഒന്ന് ശരിയാകട്ടെ. അവർ തമ്മിൽ ആ ഫൈറ്റ് അവസാനിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ലങ്സിന്റെ ആ വാചകം. മാർക്കിന് മരുന്ന് കൊടുക്കാൻ ജിൻസനെ ചുമതലപ്പെടുത്തിയതിനു ശേഷം ഗവിനും സഹീറും മാർക്കിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവർ രണ്ടുപേരും കൂടി നടന്ന് പുറത്തേക്ക് വരുമ്പോൾ സഹീർ ഭയങ്കര ആവേശത്തിലാണ്. സഹീറിന് നേരത്തെ തന്നെ ഒരു കാര്യം ബോധ്യപ്പെട്ടതാണ്, ഈ മാർക്ക് സാധാരണക്കാരനല്ല. ആ 7 നിറമുള്ള പക്ഷിയിൽ വന്ന നിമിഷം മുതൽ സഹീറിന് മാർക്കിനോട് ഒരു ആരാധന വന്നിട്ടുണ്ടായിരുന്നു. ആ ആരാധന ഇപ്പൊ കൂടിക്കൂടി വരികയാണ്. ഹണ്ടർ ഓർഗനൈസേഷന്റെ നമ്പർ 1 എന്ന് എല്ലാവരും പറയുന്ന സാക്ഷാൽ ജിൻ ലങ്സിനെയാണ് മാർക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ആരും വിജയിച്ചില്ല എന്നൊക്കെ ഒരു ശൈലിയിൽ പറയാമെങ്കിലും സകല ഹണ്ടേഴ്സിനും ആ കാര്യം ഉറപ്പാണ്. തോറ്റത് ലങ്സ് ആണ്, വിജയിച്ചത് മാർക്കുമാണ്. ലങ്സിനെ പോലുള്ളൊരു യോദ്ധാവിനെ മാർക്ക് തോൽപ്പിച്ച സ്ഥിതിക്ക് മാർക്കിന്റെ പശ്ചാത്തലം അത് തികച്ചും ഗംഭീരമായ ഒന്നായിരിക്കും. അറിയപ്പെടുന്ന ഏതെങ്കിലും വലിയ സെക്ഷനിലെ ആള് അല്ലെങ്കിൽ വലിയ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ ആള് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും മാർക്ക് ഫെല്ലർ. അവിടെ നിന്ന് ഒരു വിനോദത്തിന് വേണ്ടി ഹണ്ടർ ഓർഗനൈസേഷനിൽ വന്നതാകും മാർക്ക്. സഹീർ അവന്റെ ധാരണ അങ്ങനെ ഉറപ്പിക്കുമ്പോൾ 3-4 ആളുകൾ അവിടേക്ക് വരുന്നത് അവൻ കണ്ടു. അവൻ ആ ആളുകളെ അങ്ങനെ നോക്കുമ്പോഴേക്കും ഗെവിൻ മാർക്കിന്റെ മുറിയിലേക്ക് മടങ്ങിയിരുന്നു. മാർക്കിന്റെ മുറിയിൽ ഗെവിൻ മടങ്ങിയെത്തതും ജിൻസൺ കൗണ്ടറിലേക്ക് വന്നു. ജിൻസൺ അതുപോലെ അവിടെ ഇരിക്കുമ്പോൾ അവിടെ എത്തിയ ആ 4 സംഘം ജിൻസനോട് എന്തോ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ജിൻസൺ തല ഉയർത്തതിന് ജിൻസൺ അവരോട് പറഞ്ഞു, ഓർഡർ പറയും. ഹണ്ടർ ഓർഗനൈസേഷനിൽ സാധാരണ ആളുകൾ എത്തുന്നത് ഓർഡർ കൊടുക്കാനാണ്. ഇത്ര മൃഗങ്ങൾ വേണം, ഡീമൺ വേസ്റ്റുകളിൽ ഈ ലെവലിലുള്ളത് ഇത്ര, ഈ ലെവലിലുള്ളത് ഇത്ര എന്നൊക്കെ പറയാനായിട്ടാണ് അവിടെ ആളുകൾ എത്തുക. അതിന് അവരൊരു പ്രതിഫലവും പറയും. ആ ഓർഡർ എഴുതാൻ വേണ്ടിയാണ് ജിൻസൺ പേരെടുത്തതും അവരോട് സംസാരിച്ചു തുടങ്ങിയത്. പെട്ടെന്ന് അവരിലൊരാൾ ജിൻസനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലർ എന്ന് കേട്ടതും ജിൻസൺ ഞെട്ടി അവരെ നോക്കി. അപ്പോഴാണ് ജിൻസൺ ആ കാഴ്ച കാണുന്നത്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഡ്രസ് അണിഞ്ഞ 4 ആളുകൾ. അവരെ കണ്ടാൽ തന്നെ അറിയാം അവർ ശക്തരാണെന്ന്. ജിൻസൺ പെട്ടെന്ന് അവരോട് പറഞ്ഞു, മാർക്ക് ഫെല്ലറോ? അങ്ങനെ ഒരാള് ഇവിടെ ഇല്ലല്ലോ. ഹേയ്, മാർക്ക് ഫെല്ലർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഉണ്ടായിരുന്നു. മാർക്ക് ഇപ്പോ ടൗണിലോട്ട് പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ടൗണിലോട്ട് മാർക്ക് പോയതാണ്. ആ പറയുന്നതിൽ ഒരു വാസ്തവം ഉണ്ടാകാനുള്ള സാധ്യത ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർക്ക് അറിയാം. നേരത്തെ മാർക്ക് ഫെല്ലർ ഗൂസ് സിറ്റിയിൽ വന്ന് കുറെ സാധനങ്ങൾ വാങ്ങിച്ചത് അവരറിഞ്ഞ കാര്യമാണ്. അല്ല, ഈ മാർക്ക്
എവിടേക്കാ പോയതെന്നറിയാവൂ? ഇവിടെ അടുത്തുള്ള സിറ്റി ഗൂസ് സിറ്റി ആണല്ലോ, മിക്കവാറും അവിടെ ആവും പോവുക. മാർക്ക് അവിടെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അധികം നേരമായില്ല, കുറച്ച് സാധനങ്ങളോട് വാങ്ങണം, അതിനുവേണ്ടി പോയിരിക്കുകയാണ്. ജെൻസൺ വളരെ ഭംഗിയായിട്ട് ആ കാര്യം പറഞ്ഞതും ആ 4 സംഘം കൂടുതൽ ഒന്നും പറയാൻ നിൽക്കാതെ തിരിച്ച് അവര് വന്ന സ്ഥലത്തേക്ക് നടന്നു തുടങ്ങി. അവർ മുകളിലേക്ക് നടക്കുന്നത് സാക്ഷാൽ സഹീർ കണ്ടു. സഹീർ ഓടി അവരുടെ അടുത്തെത്തി. ഏയ്, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ മിസ്റ്റർ മാർക്ക് ഫിൽഡറെ അന്വേഷിച്ച് വന്നതാണല്ലേ? അതെ. നിനക്ക് മാർക്ക് ഫിൽഡർ അറിയാവോ? അറിയാമെന്നോ? മാർക്കിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഓഹോ, നീ മാർക്കിന്റെ സുഹൃത്താണോ? അതെ അതെ, നിങ്ങൾ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ വന്നതാണല്ലേ? എനിക്കറിയാം, മാർക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളാവുന്നു. ബാബാ, ഞാൻ മാർക്കിനെ കാണിച്ചു തരാം. മാർക്കിനെ കാണിച്ചു തരാവുന്നു? അതിന് മാർക്ക് ഇവിടെ ഉണ്ടോ? മാർക്ക് ഇവിടെ ഉണ്ടെന്ന്, ബാന്ന് ഞാൻ കാണിച്ചു തരാം. സഹീർ അവരോട് അങ്ങനെ പറഞ്ഞതും ആ 4 സംഘത്തിന്റെയും കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ 4 സംഘം സഹീറിനെ ഫോളോ ചെയ്ത് മാർക്കിന്റെ മുറിയുടെ വാതിൽക്കലെത്തി. കഥയുടെ ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെൽഡറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.